നമസ്കാരം. ഗോസ്റ്റ് അറ്റ് കോമഡി മെയിലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ആഘോഷ പരിപാടികൾ നടന്നാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊന്നുണ്ട് സമ്മേളനങ്ങൾ. ഇന്നലെ ഞാനൊരു സമ്മേളന പരിപാടിക്ക്, ഒരു ക്ലബിൻ്റെ ആഘോഷ പരിപാടിക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. ഈ വണ്ടി നിറയെ സൗണ്ടാണ്. ഇതെങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാമോ? ഇത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, ഇത് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. അതുകൊണ്ട് അതൊന്ന് കണ്ടു കളയാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സിനിമാ താരമായ മാംസളകുമാരി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. അതിനു മുമ്പായി ഇവിടെ ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കവിയും വാഗ്മിയും തത്വചിന്തകവുമായ ശ്രീ കുമാരൻ മാസ്റ്ററെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാരൻ മാസ്റ്ററെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരൻ മാസ്റ്റർ കീ, കുമാരൻ മാസ്റ്റർ കീ, കുമാരൻ മാസ്റ്റർ കീ. നമസ്കാരം സാർ. ഉദ്ഘാടനം ചെയ്തോ? മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തോ? പ്രിയമുള്ളവരെ, എല്ലാവരും ഇവിടെ ഛർദിക്കണം. ഛർദിക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. അതെന്നെ പറഞ്ഞ് ഛർദിക്കണം. ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, എന്തിനാ വന്ന? അയ്യോ, എന്റെ പൊന്നു മാഷ അറിയാൻ പാടില്ല, ഇത് ഉദ്ഘാടനം ചെയ്യാൻ. ആര്? മാഷ് ഉദ്ഘാടനം ചെയ്യണം. ഞാനാ? എന്റെ പൊന്നു മാഷ ഇന്നലെ വന്നപ്പോ മാഷ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റതല്ലേ? അത് മാത്രമല്ല, വെറുതെ ഉദ്ഘാടനം ചെയ്താൽ പോരാ, 3 മതസൗഹാർദ്ദ ഗാനം കൂടി ആലപിച്ച് വേണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ. 3 മതസൗഹാർദ്ദ ഗാനം ഞാൻ ആലപിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. 3 ഇന്നലെ മാഷ വീട്ടിൽ വന്നപ്പോ മാഷ ഏറ്റതല്ലേ ഇത്? ഇത് ഏറ്റല്ലേ? അപ്പൊ ചിലപ്പോ ഞാൻ വെള്ളാവും. എന്റെ പൊന്നു മാഷ ആലപിക്കണം. ഈ 3 കൂടി എങ്ങനെ ആലപിക്കണം? 3 പാട്ട് എനിക്ക് അറിയില്ല. എന്റെ പൊന്നു മാഷ എങ്ങനെയെങ്കിലും ആലപിക്കുക ഏറ്റതല്ലേ ഇത്? എന്നൊരു പണി ചെയ്യാ, ഈ 3 കൂടി ഒറ്റ പാടാൻ ഞാൻ പാടാം. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലല്ല. ഇപ്പൊ ഇറക്കി. എന്നാ പാട്. ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി ലാ ഇലാഹ ഇല്ലല്ലാഹ് യേശുദേവ കാക്കണേ. ഒപ്പിച്ച്. അപ്പൊ മാഷെ, എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്ത പരിപാടികൾ ആരംഭിക്കാൻ പോവാണ്. ഇനി ഇവിടെ വരാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ്. അതോടുകൂടി ഈ പരിപാടി ആരംഭിക്കാണ്. അപ്പൊ കാര്യം മാഷ് പോയിക്കോ. എന്താ ആരാത്? പ്രശ്നം ആരാത്? നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്ന്. ക്ലീറ്റസ്, അപ്പോ ക്ലീറ്റസേ, ഇവിടെ നിലമ്പുണ്ടാക്കരുത് പോ. എന്റെ പൊന്നേ, എന്റെ പൊന്നെ ക്ലീറ്റസ്, നീ എന്താണ് ഇങ്ങനെ നിലമ്പുണ്ടാക്കണത്? ഇവിടെ സ്റ്റേജിൽ കിടന്ന് ഹാൻസ് പാൻഡ്രാന്ന് വെക്കരുത്. പോ, സ്റ്റേജിൽ ഇറങ്ങി പോവാൻ. ഇവിടെ ഒരുപാട് പരിപാടി നടക്കാനുള്ളതാണ്. എന്റെ പൊന്നെ, എന്ത് കാണിക്കുന്നത്? എന്റെ പൊന്ന് ക്ലീറ്റസ്, നീ എന്താ അലമ്പക്കടയ്ക്ക് സ്റ്റേജിൽ കിടന്ന് കാണിക്കുന്നത്? നിന്നോട് കള്ള കുടിച്ച് വരാൻ ആരെ പറഞ്ഞതിനകത്ത്? എന്റെ ഷർട്ടൂരി എടുത്താരാ? നമ്മുടെ മാഷാണ്. ഇവിടെ എന്താ പരിപാടി? എന്താ ഇവിടെ കലാപരിപാടികൾ ആരംഭിക്കണം. ഇവിടെ ഒരു കലാപരിപാടി നടത്തിക്കല. എന്റെ സ്കൂട്ടർ ഞാൻ ഇവിടെ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ടാകുന്ന അനൗൺസ്മെന്റ്. എന്റെ പൊന്ന് ക്ലീറ്റസ്, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല. നീ എന്തിനാ അതൊക്കെ ഇവിടെ പറഞ്ഞു? മാഷ് വയ്ക്കോ, മാഷ് വയ്ക്കോ. എന്റെ സ്കൂട്ടർ ഞാൻ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്. സ്കൂട്ടറിന്റെ കാര്യത്തിനകത്ത് മിണ്ടല്ലേ? ഇവിടെ ഒരുപാട് പരിപാടികൾ ആരംഭിക്കാനാണ്. നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് സ്റ്റേജിലോട്ട് കയറി വന്നത്? എനിക്ക് സങ്കടമുണ്ട്. എന്ത് സങ്കടം? ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്താ കാണുന്നതെന്ന് നിനക്കറിയാവാ? എന്ത് കാണുന്നത്? എന്റെ ഇളയ മകൻ 24 മണിക്കൂറും കുടിച്ചു തുണിയില്ലാതെ വീടിന്റെ വാതിക്കെ കിടന്ന് വിച്ചുമ്പയും പറച്ചിലറിയാവാ. അപ്പൊ നിനക്ക് അവനെ പിടിച്ചൊന്ന് ഉപദേശിക്കാൻ പാടില്ലായിരുന്ന? പിന്നെ 3 മാസം പ്രായമുള്ള കൊച്ചിനെ ഞാനെന്ത് ഉപദേശിക്കാം? അപ്പൊ നീ ഏത് നേരം കുടിയാണെന്ന് പറഞ്ഞതാ? എടാ, അത് ഈ കുടി. പിന്നെ മൂത്തവനുള്ളതുകൊണ്ടൊരു സമാധാനമുണ്ട്. എന്താണ്? അവൻ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ അവൻ വണ്ടി ഓടിച്ചിട്ടുള്ള കാശ് കൊണ്ട് നിനക്കും കുടുംബത്തിനും അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാല. എങ്ങനെ? അവൻ വണ്ടി ഓടിച്ച് കിട്ടുന്ന കാശും കൊണ്ട് നിനക്കും കുടുംബത്തിനും ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കാലാന്ന്. ഉജാലക്കുപ്പിക്ക് തൊള്ള തുരുട്ടിക്കൊണ്ടുവിടുന്ന ആരുടെ വരുമാനം തന്നെ. എന്റെ പൊന്നെ, എടാ എന്തൊക്കെ ഒരു കാര്യം പറയാൻ, സ്കൂട്ടർ ഞാൻ എവിടെ വെച്ച് മറന്നു. എന്റെ പൊന്നെ ക്ലീറ്റസ്, സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ മിണ്ടരുത്. അതൊക്കെ പോട്ടെ. നിന്റെ കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഉപേക്ഷിക്കാൻ പോകണം. ആരെ ഉപേക്ഷിക്കാൻ പോകണം? എന്റെ ഭാര്യനെ ഞാൻ ഉപേക്ഷിക്കാം. അയ്യോ, എന്തിനാണ് നീ പ്രേമിച്ച് ഭയങ്കര വിപ്ലവമൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചല്ലേ, പിന്നെ എന്തിനാ ഉപേക്ഷിക്കണത്? അങ്ങനെ സംസാരിക്കും. എന്താണ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ ഒരു പശുവിനെ വാങ്ങി,
അതിന് കാടിവെള്ളം കൊടുത്തു, വൈക്കോല് കൊടുത്തു, പിണ്ണാക്ക് കൊടുത്തു, വളർത്തി വലുതാക്കി. അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പനാണ് ഒന്ന് കറക്കണമെങ്കിൽ നിനക്ക് സഹിക്കുമോ? ഇല്ല. അത്രേ. നീ എന്തൊക്കെയാണ് സംസാരിക്കണത്? ഇവിടുന്ന് സംസാരിച്ച് ശരിയാവുന്നത് പോയ. എന്നിരുന്നാലും ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എങ്ങനെ? ഞാൻ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കൂടാ. എന്തിനാടാ പുതിയ പുസ്തകം മേടിച്ച് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കുന്നത്? എങ്ങനെയാ പുതിയ പുസ്തകം മേടിച്ച് എന്തിനാ നീ നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കണേന്ന്? ഇത് കേട്ടാത്തൊന്നും ഇങ്ങനെ ഇരിക്കണ പഴയ പുസ്തകാര്യം വായിക്കാത്തതാണ്. എന്റെ പൊന്നു ക്ലീറ്റസ്, നീ അലമ്പുണ്ടാക്കരുതാ. ഇനി ഇവിടെ വരാൻ പോണ എന്താ സംഭവം നിനക്കറിയാമോ? നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ്. ഇവിടെ കയറി നീ പ്രശ്നം ഉണ്ടാക്കരുത് പോയെ. ഈ പ്രാർത്ഥനാ ഗാനം ചിഞ്ചുമോള് വരാതെ ഞാൻ ആലപിച്ച കുഴപ്പമില്ലല്ലോ. ചിഞ്ചുമോള് തന്നെ ആലോചിക്കും. നീ കള്ളും കുടിച്ച് പ്രാർത്ഥന ഗാനം ഒന്ന് ആലപിച്ച ശരിയാവും എനിക്ക്. പ്രാർത്ഥനാ ഗാനം ഞാൻ ആലപിക്കാൻ ഞാൻ തന്നെ എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടുണ്ട്. അങ്ങനത്തെ പാട്ടൊന്നും പ്രാർത്ഥന ഗാനത്തിന് പറ്റുന്നില്ല. എടാ, രാഷ്ട്രപിതാവിനെ കുറിച്ച് ഞാൻ എഴുതിയ പാട്ടാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിനെ കുറിച്ചാ ഞാൻ എഴുതിയ പാട്ട്, ഞാൻ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട്. അത് ഞാൻ പാടിയിട്ട് ഞാൻ പോകോളാം. അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് പിന്നെ പ്രാർത്ഥന ഗാനത്തിന് കുഴപ്പമില്ല, നീ പാടിക്കോ. വേണമെങ്കിൽ അതിന് മുമ്പ് എന്റെ സ്കൂട്ടറിന്റെ കേസ് എന്ന് പറഞ്ഞു. എന്റെ സ്കൂട്ടറിന്റെ കേസോടെ മിണ്ടരുത് ഞാൻ പറഞ്ഞു. നീ പാടെങ്കിൽ പാടി. പ്രിയമുള്ളവരെ, ഞാൻ എഴുതിയ ഒരു പാട്ട്. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. എന്താണ്? കരോട്ടയുടെ CD എടുത്തില്ല. കരോട്ടയുടെ സ്ക്രീഡിയാ? എടാ, കരോട്ട അല്ല, കരോക്കെ. മനസ്സിലായ? അതങ്ങനെയാക്കിയത്. അങ്ങനെയാണത്, അങ്ങനെ ആക്കണ്ട. പാടിക്കോ. പാടിക്കോ. സൂര്യഗാന്ധി സൂര്യഗാന്ധി സ്വപ്നം കാണുവതാരേ. നിന്റെ അച്ഛനെ അച്ഛനെ പറയൂ. പിന്നെ സേവിക്കരുത് തോന്നിയ പറഞ്ഞാലോ. എടാ, ഗാന്ധിയെ കുറിച്ചിട്ട് പാട്ട് പാടാൻ ഗാന്ധിയെ കുറിച്ച് പാട്ട് പാടി. എന്റെ പാട്ടിന് ഇതാണോ പാട്ട്? എന്റെ പാട്ടിന് ഇങ്ങനെയാണോ പാട്ട്? എടാ, ഈ പാട്ടിന് എന്തൊക്കെ കുഴപ്പമുണ്ട് നിനക്ക്? എന്ത് കുഴപ്പം എന്റെ പാട്ടിന്? എടാ, കുഴപ്പമെന്നാ. എടാ, ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഷഡ്ജ് ഇട്ടിട്ടുണ്ട്. എടാ, നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന്. എന്റെ അമ്മയുടെ മക്കളാണ് ദൈവത്തിനായിട്ടിട്ട്. നീ ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലടാ. എന്നെക്കാൾ നിശ്ചയാണ്. നീ ആലോചിച്ച് നോക്കി, ശരിക്കും ആലോചിച്ച് നോക്കി ഷഡ്ജ് ഇട്ടിട്ടുണ്ടായിരുന്നെന്ന്. രാവിലെ പല്ല് തേച്ച് കുളിച്ച് ബനിയനിട്ട് ഷഡ്ജ് ഇട്ട്. എന്റെ പൊന്നെ, നീ ഏത് ഷഡ്ജത്തിന്റെ കാര്യമാണ് പറയണത്? സാറേ, ഇത് ഷഡ്ജത്തിന്റെ കാര്യമാണ്. എടാ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ശ്രുതി പോയില്ലേ? അവൾ എന്റെ മോളാണോ? എപ്പോ പോയാലും രാവിലെ തിരിച്ചെത്തും. എന്റെ പൊന്നെ, നീ എന്തൊക്കെയാ പറയാ? ഞാൻ പറഞ്ഞത് ടെമ്പോ പോയെന്ന്. ടെമ്പോ പോണെ പോട്ടെ, ഞാൻ പെറ്റി വണ്ടിക്ക് പോക്കോളാം. ഇനിയിപ്പോ ആ പരിപാടി ഇവിടെ നിർത്തിക്കോ. ഇനി വരാൻ പോണതാരാ? ആരാ? നമ്മുടെ സിനിമാ നടി മാംസളകുമാരി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ഏത് മാംസളകുമാരി വന്നാലും ശരി, ഞാൻ പരിപാടി അലങ്കോലപ്പെടുത്തും. അതിന് മുമ്പ് എന്റെ സ്കൂട്ടർ കളഞ്ഞു മിണ്ടരുത്. നമ്മുടെ മാംസളകുമാരി വന്നു കഴിഞ്ഞില്ല. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മാംസളകുമാരി വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ മാംസളകുമാരിക്ക് വേദിയിലേക്ക് ഞാൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. നന്നായി വരും. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ചെറുതായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്ക്. ഒരു മിനിറ്റ്. എടാ ക്ലീറ്റസ്, എന്താ നീ കാണിക്കണം? നല്ല ബാക്കിലാണ് കാണാൻ പാടില്ല. അയ്യോ, സോറി, കണ്ടില്ല. ക്ഷമിക്കേ. എന്നാ പിടിച്ചോ. ഇനി ചത്താലും കുഴപ്പമില്ല. ഏതാണ് ഇയാള്? കുഴപ്പമില്ല, പേടിക്കണ്ട. ചെറിയ എന്താ പേര് പറഞ്ഞത്? മാംസളകുമാരി. എങ്ങനെ? മാംസളകുമാരി. ഇതിലെവിടെയാടി മാംസം? ക്ലീറ്റസ്, നീ പോ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോൻ. അതെ, ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കിട്ടൊന്നുമില്ലേ? നീ വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അതും കൂടെ ഏർപ്പാടേണ്ട കേസ്. അയ്യോ, ഇയാളെന്തീ കാണിക്കുന്നത്? എടോ ശംഭു ഹാൻസ്, ഈ വക സാധനങ്ങൾ കുത്തിത്തിരികി ചുണ്ടിനിടയിൽ വെക്കാൻ പാടില്ല. തൊള വരും തൊള. ഇത് കണ്ടോ? ഇതെന്താടി പഞ്ചായത്ത് കാണുക? അപ്പൊ ഞാൻ ഇച്ചിരി കാണിച്ചു വെച്ചപ്പോ ഭയങ്കര പരാതിയാ. അന്യ സിനിമയിൽ വിക്രം കാണിക്കുന്നുണ്ടല്ലോ. വിക്രം എന്ത് കാണിച്ചെന്ന്? വിക്രം എങ്ങനെ? എടോ, അതൊരു സ്റ്റൈലല്ലേടോ? അത് സ്റ്റൈലല്ല, പിന്നെ ഹാൻസ് വെച്ചിട്ട് തോണ്ടിക്കളാണ് ഇങ്ങനെ. ഈശ്വര, അങ്ങനെയായിരുന്നു. ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത്. ശരി, എന്നാ പ്രസംഗം പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ടയിലടി ബീഫായിരുന്നു, സോറി, ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊന്നെ മാഡം, പൊറോട്ടയും ബീഫൊന്നും അല്ല, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. വെറൈറ്റി ആയിരുന്നു. വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ ഈ വേദിയിൽ വന്നിരുന്നു. അത് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴിയിൽ കുഞ്ഞികൃഷ്ണന്. കഞ്ഞിക്കുഴി? കഞ്ഞികൃഷ്ണൻ. കപ്പകഴി? കുഞ്ഞി കപ്പ
കഞ്ഞി. കരിമീൻ. ആർക്ക്? മീൻ പൊള്ളിച്ചത്. എടി നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാൻ പണ്ടെന്ന് ഷാപ്പിലെ കറിക്കച്ചവടക്കാരത്തിയായിരുന്നു. എടാ, ക്ലീറ്റസ്. മൈക്കിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കും. എന്താണോ അയാളുടെ പേര്? കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ. എന്തെങ്കിലും ആവട്ടെ, ആ കൃഷ്ണന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിരുന്നു ഞാൻ ഈ വേദിയിൽ എത്തിയിരുന്നത്. ആ പുസ്തകങ്ങളുടെ പേര് അയ്യോ, ഒന്ന് ക്രൈം, മറ്റേത് ഫയർ. ഇയാള് ശരിയാവില്ല. ഇയാള് എന്റെ ക്ലീറ്റസ് ഒന്ന് പോയാ. പ്രിയമുള്ളവർ, എനിക്ക് സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ്. സ്ത്രീകളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പുരുഷവർഗത്തിന്റെ അടിമകളായി ഇങ്ങനെ ജീവിക്കുന്നത്? പുരുഷന്മാർ ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും നമ്മൾ ചെയ്യണം. പുരുഷന്മാർ ചെയ്യുന്നത് പോലെ നമ്മൾ ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം, ലോറി ഓടിക്കണം, ട്രെയിൻ ഓടിക്കണം, എന്തിന് വിമാനം വരെ നമ്മൾ പറത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ സ്ത്രീകളെല്ലാം കൂടി തെങ്ങ കയറി തേങ്ങ ഇടും. എന്താണോ സ്ത്രീകൾ തെങ്ങി കയറി തേങ്ങിയിട്ടാൽ എന്താ കുഴപ്പം? താഴെ തേങ്ങ പറക്കാൻ ആണുങ്ങളുടെ ബഹളമായിരിക്കും. ശരിയാവില്ല ഇയാള്. അപ്പൊ സ്ത്രീകളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. സ്ത്രീകളെ നിങ്ങൾ പുരുഷന്മാരുടെ മുമ്പിൽ താഴ്ത്തു കൊടുക്കാനേ പാടില്ല. കാരണം സ്ത്രീകളായ നമ്മളെക്കാൾ 2 കാര്യങ്ങളിലെ പുരുഷന്മാർക്ക് കൂടുതലുള്ളൂ. അല്ല, ഒന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് താടി, മറ്റൊന്ന് മീശ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പേടിച്ചു പോയി. നീ വെറുതെ കൊതിപ്പിക്കല്ലേ. മാഡം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാഡത്തിന്റെ വലിയൊരു ആരാധകനാണ്. ആണോ? താങ്ക് യു. മാഡത്തിന്റെ ആ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്നുള്ള സിനിമയില്ലേ, ഉവ്വ. 20 പ്രാവശ്യം കണ്ടു. ആണോ? അതില്ലേ മാഡം അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് ആ ബ്ലൗസിന്റെ 1ാമത്തെ ഹുക്ക് കഴിച്ച് 2ാമത്തെ ഹുക്ക് കഴിച്ച് 3ാമത്തെ ഹുക്ക് കഴിക്കാൻ പോയപ്പോ അത് മറച്ചുകൊണ്ടൊരു ട്രെയിൻ അതിലെ പാസ് ചെയ്ത് പോയി. ആ സിനിമയിൽ അങ്ങനെയാ. പക്ഷെ എന്നിരുന്നാലും ഞാൻ 20 പ്രാവശ്യം സിനിമ കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമായോ? അതുകൊണ്ടല്ല, ആ ആ ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാലോ. അതൊക്കെ പോട്ടെ, സിനിമ നടി പാട്ട് പാടണം. ഇതാ കുഴപ്പം. ഞാൻ എവിടെ ചെന്നാലും എന്റെ ആരാധകർ എന്നെ പാടിക്കാതെ വിടില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് പാടിക്കാതെ വിടില്ല. ശരി, ഞാൻ പാടിയേക്കാം. ഞാൻ എന്റെ ശ്രുതി ഒന്ന് പിടിച്ചോട്ടെ. പിടിച്ചോ. ഓക്കെ. പാപ്പാനി പനി, പാപ്പാനി പനി, പാപ്പാനി പനി. പാപ്പന് പനിയാ? പാപ്പന് പനിയല്ലേ ചോറി. ഇയാളിരിക്കോ? പ്രിയമുള്ളവരെ, പ്രശസ്ത ഇംഗ്ലീഷ് കവയത്രിയായ ബിന്ദു വരാപ്പുഴയുടെ അമ്മേ കണ്ണി തുറക്കൂ ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും എന്ന കവിതാ ശകലത്തിൽ നിന്നും പിക്കാസം കമ്പിപ്പാരയും വെച്ച് അടർത്തിയെടുത്ത ഏതാനും ശകലങ്ങളാണ് ഞാൻ ഇവിടെ കീച്ചാൻ പോകുന്നത്. ഷടേന്ന് കീച്ചാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ആരാണ്? നിന്റെ അച്ഛൻ. പുല്ലാങ്കുഴിയിൽ ഒരു ബാൽക്കടിലാക്കിയത് ആരാണ്? നിന്റെ തള്ള. തള്ളക്ക് വിളിക്കുന്നോട് നീ സ്ത്രീയെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീയെ കുറിച്ച് എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, പെങ്ങളാണ്, അപ്സരസാണ്. എങ്കിൽ സ്ത്രീ ജന്മം, പുണ്യജന്മം. സ്ത്രീ ഒരു സാധനം. സാന്ത്വനം. എന്തിനാണ് എന്റെ ഈ പരിപാടി? മാഡം പോയിക്കോ. എന്റെ പൊന്ന് ക്ലീറ്റസ്, നീ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ശരി, ഞാൻ എന്റെ സ്കൂട്ടർ പോലെ എവിടെയോ വെച്ച് മറന്നു പോയിട്ട് ഒരു പരിപാടിക്ക് പോയിട്ട് എന്നെ ആക്ഷേപിച്ചില്ലേ? നിന്റെ സ്കൂട്ടർ പോകും. നിനക്ക് അത്ര വൃത്തിയായിട്ടവരാണ് നീ. എടാ, നിന്നെ 2 കാര്യങ്ങളാണ് നിന്നെ ചീത്തേക്കണം, അറിയാമോ? ഒന്ന് മദ്യം, ഒന്ന് മദിരാശി. മദ്യത്തിന്റെ കേസ് പറയല്ലേ, മദ്യം 24 മണിക്കൂറും കഴിക്കുന്ന ഒരാളാണ്. നീ മദിരാശി മദ്രാസറിനെ പേടിപ്പിക്കില്ല. എടാ, മദിരാശിയും മദ്രാസൊന്നും അല്ല. മദ്യം മദിരാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പെണ്ണ്. പെണ്ണെന്ന്. നീ എന്തിനാണ് എന്നെ പിടിച്ച് നോക്കണത്? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്ത്? എന്റെ സ്കൂട്ടർ കുണ്ടറ ഓമനയുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എടി ഓമനെ! പ്രേമം അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഷയം തന്നെയാണ്. ഞാനും പ്രേമിക്കുന്നുണ്ട് ഈ ശരീരം വെച്ച്. പ്രേമിക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ഓർക്കൂട്ടുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെ ഇന്റർനെറ്റ് പ്രണയങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ പ്രേമിക്കുന്നവരോടൊരു കാര്യം പറയാനുണ്ട്. പ്രേമിക്കണമെങ്കിൽ ലോ അണ്ണനെ തന്നെ കണ്ടുപഠിക്കണം. ഞാനും വയ്ക്കാൻ പോവാണ് ലോ അണ്ണൻ ഒരു ഗുരുദക്ഷിണ. ഓർമ്മയിൽ ഒരുപാട് മോങ്ങൾ മിന്നിമറയുന്നുണ്ടെങ്കിലും ഈ കത്തയച്ചവൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ലോണ തനച്ചിരുന്നൊരു ആലോചന? ഏത് പെണ്ണിനെ കുറിച്ചാ? ചിന്നു പറഞ്ഞതിൽ പകുതി ഭാഗം കറക്റ്റാണ്. പക്ഷെ ചിന്നു ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. എന്താ കാര്യം വെച്ചൊന്ന് തെളിച്ചു പറഞ്ഞേ. ചിന്നുവിന് അറിയാലോ, എനിക്ക് കോളേജിൽ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യം. അല്ല, ആരാധികമാരെ ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. പണ്ടെങ്ങാണ്ടേ ഞാനൊരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് വെറുതെ ഒരു ഫോട്ടോ വാങ്ങിച്ചു. ആ ഫോട്ടോ ഇപ്പൊ ഭയങ്കര ഗുലുമാലായിരിക്കും. അതെന്താ? അടുത്ത മാസം അവിടെ കല്യാണമാ. അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പമൊന്നോ? ആ ഫോട്ടോ ഇപ്പൊ ഞാൻ തിരിച്ചയച്ചു കൊടുക്കണമെന്നു.
അവൾ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് അടക്കുകയല്ലേ. പഴയ ആ ഫോട്ടോ വെച്ച് ഞാൻ എന്തേലും കളി കളിക്കുമെന്ന് ആ കൊച്ചിന്റെ പേടി. ഫോട്ടോ വെച്ചോ? ആ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന്റെ ജീവിതം താറുമാറാകാൻ നിസ്സാര ഒരു ഫോട്ടോ പോരെ. ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് മോർഫിംഗ് ചെയ്ത് എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്ത. ഞാൻ അങ്ങനെയൊന്നും ചെയ്യല്ലെങ്കിലും അവക്ക് ടെൻഷൻ ഉണ്ടാകാതിരിക്കുവോ? ഹോ, ഇത്രയ്ക്ക് അങ്ങ് കാട് കയറേണ്ട കാര്യമൊന്നുമില്ല. ലോണിന് അവളുടെ ഫോട്ടോ അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. വർഷം ഒരുപാടായില്ലേ, മറന്നുപോയെന്ന്. എത്ര ആലോചിച്ചു നോക്കിയിട്ടും അവിടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല. ഫോട്ടോ ചിലപ്പോ ഒരു പക്ഷെ എന്റെ കളക്ഷനിലുണ്ടാവും, പക്ഷെ എങ്ങനെ തിരിച്ചറിയും? അതല്ലേ പ്രശ്നം. ആ എഴുത്തി കൊണ്ട് തന്നെ. നോക്കിന്ന വായിച്ചു നോക്കിയേ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. പ്രശ്നമാണല്ലോ ലോൺ. പ്രശ്നമല്ലേ? ദേ അവൾ എഴുതിയിരിക്കുന്നത് നോക്കിയേ. കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് പട്ടാളത്തിലുള്ള അവളുടെ ആങ്ങളമാര് വരും. ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ അതിനു മുമ്പ് അങ്ങ് കൊടുത്തേക്കണോന്ന്. അതിന്റെ അർത്ഥം എന്നതാ മനസ്സിലായോ? അതിനു മുമ്പ് ഞാൻ ഫോട്ടോ അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൾ ആങ്ങളമാരുമായിട്ട് ഇങ്ങോട്ട് വരും. പട്ടാളക്കാരാ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവന്മാര്. ഇനി എന്താ ചിന്നു ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്നെ പറ. അണ്ണൻ രണ്ടും കൽപ്പിച്ച് അവളോട് ഒരു ഫോട്ടോ കൂടെ അയച്ചു തരാൻ പറ. കൊള്ളാം, ഒരു ഫോട്ടോ കൈപ്പറ്റിന്റെ ക്ഷീണം ഇതേവരെ തീർന്നില്ല. നീ എന്നാക്കേ പറയുന്നത്? രണ്ടാമതൊരു ഫോട്ടോയും കൂടെ കിട്ടിയാൽ ആളെ തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അപ്പൊ അണ്ണന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയും കൂടെ ചേർത്ത് തിരിച്ചയച്ചാ പോരെ? അതൊന്നും ശരിയാത്തില്ലെന്നേ. എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു. ചിന്നൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. ജസ്റ്റ് എ മിനിറ്റ്. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരാം. ഹായ് ചിന്നു. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. പിന്നെ തന്റെ ലോണ്ണൻ എന്താ പറ്റിയത്? കുറച്ചു ദിവസമായല്ലേ പുള്ളി വെരികിനെ പോലെ പരക്കം പാഞ്ഞ് നടക്കുന്നത്. അപ്പൊ കൂട്ടുകാരനോട് ലോണിനൊന്നും പറഞ്ഞില്ലേ? പഴയ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോയാണ് പ്രശ്നം. അടുത്ത മാസമേ അവളുടെ കല്യാണമാ. അതിനു മുമ്പ് അവളുടെ ഫോട്ടോ അങ്ങ് തിരിച്ചയച്ചു കൊടുക്കണം. പക്ഷെ ലോണിനാണെങ്കിൽ അവളുടെ മുഖം പോലും ഓർമ്മയില്ല. ഈ കത്ത് വായിച്ചേ, ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതായതിന്റെ കുഴപ്പം. പെൺപിള്ളേരെ ലൈൻ അടിക്കാൻ അറിയാം, വളക്കാൻ അറിയാം, പക്ഷേ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അല്ലെങ്കിലും ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിൻകരയിലെ മുട്ടയിടും പറയുന്നത് എത്ര ശരിയാ. ടോണി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ഫോട്ടോ വാങ്ങുമ്പോൾ അതിന്റെ മറുവശത്ത് അവരുടെ പേരും അഡ്രസ്സും എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അത് ശരിയാ. പക്ഷെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താണ് ഇതിനകത്ത്? ഇത് മുഴുവൻ എന്റെ കളക്ഷൻസുകളാ. പ്രീ ഡിഗ്രി മുതൽ 3ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴുള്ള, അല്ല 3ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ മുഴുവൻ ഫോട്ടോസും ഇതിന്റെ അകത്തുണ്ട്. ഈ ഫോട്ടോ മുഴുവനും നമുക്ക് പാക്ക് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് അവളുടെ ഫോട്ടോ അവൾ തന്നെ തെരഞ്ഞെടുക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് തന്നെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് പല സ്ഥലത്ത് വച്ചതായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. എനിക്കും ഉണ്ട് ഒരു അനുഭവം. പക്ഷേ ഇവിടെ ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. അതെവിടെ വയ്ക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഇതാണ് കമലഹാസൻ എന്ന് പറഞ്ഞത്. ഇവിടെ വീടേന്നല്ല, നീയാണ് കമലഹാസൻ എന്ന് പറഞ്ഞത്. ഈ അപൂർവ സഹോദരനെ കമലഹാസനെ പോലെ ഇരിപ്പുള്ള പൊക്കം കുറഞ്ഞ് ഇതെന്ത് കോലത്? നീ ഇവിടെ വീണേനല്ല, നീ ഇവിടെ വീണ് ഞാനത് കണ്ട്. ഇപ്പൊ ഇവിടെ വീണ് ഞാനത് കണ്ടു. എന്താണ് നിന്റെ പേരെന്താണ്? നിന്റെ പേര് നിനക്കറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ അറിയണം. നീ നിന്റെ പേര് പറ. സുരേഷ്. ഓക്കെ, സുരേഷ്. PS. ആദ്യം PS പിന്നെ സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ സുരേഷ് PS സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ സുരേഷ് PS സുരേഷ്. എന്താണ് പേര് പറ കറക്റ്റ് ആയിട്ട്. ഇങ്ങനെ മറ്റത്തെ എഴുതുമ്പോ സുരേഷ് PS നീ നിന്റെ പേര് പറഞ്ഞ് ശ്വാസം മുട്ടി മരിക്കാതെ നിന്റെ നാട്ടിൽ വിളിക്കുന്ന പേരുണ്ട്. എന്നെ വീട്ടിൽ വിളിക്കണ വരും. അതെ, അത് മതി. ഓക്കെ, എന്താണ് നിന്റെ വീട്ടിൽ വിളിക്കാൻ പേരെന്നാ? ശശി കോടനാട്.
ശശി അത് പറയുന്നതാണ്. ഓക്കെ ശശി കോടനാട്. കോടനാട് നല്ല സ്ഥലമാണ്, പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള വേറെ കാര്യം ഈ ശശി കോടനാട് അത് പറഞ്ഞാ പോരെ. പിന്നെ സുരേഷ് PS സുരേഷ് വേണ്ട, അത് കുഴപ്പമില്ല. ഈ ശശി കോടനാട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റിയ പേരല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നീ സുരേഷ് തന്നെ കിടക്കട്ടെ. വേണ്ടല്ല, അതിനാണ് എന്റെ നാട്ടിലെ പേര് എനിക്കിട്ടാ പോരെ. സ്വന്തം നാട്ടിലെ പേരിടണം. പിന്നെ സുരേഷ് PS. ഓക്കെ ആയിക്കോട്ടെ. ശശി കോടനാട്. ഓക്കെ. ശശി കോടനാടിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് ഞാനുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ പെങ്ങളുണ്ട്, ചേട്ടനുണ്ട്. അച്ഛനാരാണ്? അച്ഛനാരാണ്? ഞാൻ ഇവിടുന്ന് പോവാ. അതെ, അച്ഛനാരാണ്? അച്ഛനാരാ? അച്ഛനെ എന്റെ കുറിച്ച് അച്ഛനെ പറഞ്ഞു. തന്നെ എന്റെ അച്ഛൻ മഹാകവിയായിരുന്നു. ഞാനിതൊക്കെ കേട്ടിട്ട് പോലുമില്ല. മഹാകവി തങ്കച്ചൻ. ഞാനിതൊക്കെ കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ ഇന്നവരെ കണ്ടിട്ടേ ഇല്ല. മഹാകവി തങ്കച്ചൻ. ആ. മഹാകവി തങ്കച്ചന്റെ ഏറ്റവും പ്രശസ്തമായ നോവലായിരുന്നു പ്ലീസ്. നോവലിലെ കവിതയായിരുന്നു കന്നിമാസത്തിലെ പട്ടി. ശല്യക്കാരാവില്ല. കന്നിമാസത്തിലെ പട്ടി. എന്റെ അമ്മ പാവമായിരുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വന്നിട്ട് ആയിക്കോട്ടെ. എന്റെ അമ്മ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുവാ. രാത്രി 1:30-2 മണിയായപ്പോ എന്റെ അച്ഛൻ മഹാകവി തങ്കച്ചൻ, കന്നിമാസത്തിലെ പട്ടിയുടെ കർത്താവ് വന്നച്ഛന്റെ അച്ഛൻ എന്റെ അമ്മേനെ കുറെ കിടക്കുന്ന അമ്മേനെ ഷൂ നല്ലാതെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ. കയ്യെ പിടിച്ചു. എന്നിട്ട് എന്റെ അച്ഛൻ എന്റെ അമ്മയെ കന്യമാസത്തിലെ പട്ടി ചൊല്ലിക്കപ്പിച്ചു. അന്നച്ഛൻ മുങ്ങി. 10ാം മാസം ഞാൻ മുങ്ങി. അദ്ദേഹത്തെ തീർച്ചയായും എംബളം ഉണ്ടോ? അങ്ങേർക്കൊരു എംബളം ഉണ്ടോന്നാണോ എനിക്കൊരു എംബളം ഉണ്ടായത്? ഇതെന്നാ ചോദ്യം? അങ്ങനെ ചോദിക്കരുത്. അല്ല വേണ്ട. അങ്ങനെ ഒരു ചോദ്യം അല്ല, അത് മനസ്സിലായി. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ആരാണ്? ചേട്ടൻ ആരാണ്? എന്റെ ചേട്ടനൊരു സ്വാമിയല്ലായിരുന്നോ? എന്താണ് പേര്? സുരേഷ് മാധവൻ. ഇപ്പൊ എന്ത് ചെയ്യണ്? ഇപ്പൊ ചെയ്യില്ല, അതിനെ കുറിച്ച് അറിയില്ല. അതങ്ങോട്ട് പോക്കോട്ടെ. അതെന്തോ ഒക്കെ വൃത്തികെട്ട ഒരു സംഭവം ചെയ്തു പോകണം, അത് അറിയണ്ട. ചേട്ടന്റെ കാര്യം വിട്ടാലേ. പിന്നെ ഒരു പെങ്ങള് നല്ല പൊസിഷനില്ല. എന്താണ്? റേഡിയോ മംഗല. റേഡിയോ മംഗല എന്ത് ചെയ്യണ്? മങ്ങാണ്ടി ആയിട്ട് പറഞ്ഞു. കുടുംബത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു സെറ്റപ്പ് ഈ പാട്ടുപരമായിട്ടും മിമിക്രിപരമായിട്ടും തനിക്ക് എന്ത് വല്ല കഴിവുണ്ടോ? പാട്ടുപരമായിട്ടും മിമിക്രിപരമായിട്ടും തനിക്ക് വല്ല കഴിവുണ്ടോ? പാട്ട് വിട്ടേരെ. പാട്ടൊക്കെ പാടാൻ വേറെ ആൾക്കാരുണ്ട്. മിമിക്രിപരമായിട്ട് മിമിക്രി അല്ല, മിമിക്രി നല്ല അക്ഷരസ്ഫുടത വേണം. മിമിക്രി അക്ഷരപുഷ്പം ഇച്ചിരി കുറവാ, അതൊന്ന് ക്ഷമിക്കണം. അക്ഷരപുഷ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാ. സാറ് പറഞ്ഞാൽ പറയാം. മിമിക്രി ശരിയായി. ശശി കോടനാട്. താനൊന്ന് പറഞ്ഞു നോക്ക്, ഞാൻ പറഞ്ഞു തരാം. മിമിക്രി നമുക്ക് ഒന്നിച്ചു പറയാം. മിമിക്രി ഒന്നുകൂടെ പറയാം. മിമിക്രി ഇതെന്താണ്? ഞാൻ പറഞ്ഞത് താൻ പറയണമെന്ന്. ഞാൻ പറയണത് സാറും കേൾക്കണം, സാറ് പറഞ്ഞാൽ ഞാനും കേൾക്കണല്ല. നല്ല പേരാ. മിമിക്രി പരമായിട്ട് തനിക്ക് എന്താണ് കഴിവുള്ളത്? മറ്റേ സിനിമയിലൊക്കെ ഇതുള്ള അവരുടെയൊക്കെ ശബ്ദം പറയും. എന്തെന്നാണ് താൻ പറഞ്ഞത്? മിമിക്രി ആരെ എന്തെന്ന് കാണിക്കുന്ന നമ്മുടെ സിനിമയിലുള്ള സിനിമാറ്റിക് സുരേഷ് ഗോപി, സുരേഷ് PS. അല്ല, ഞാൻ എന്റെ പേര് തന്നെ പറഞ്ഞേക്കത്. അതാ ഞാൻ പറഞ്ഞ ഈ സുരേഷ് PS പറയരുത്. വേണ്ട. ശശി കോടനാട് നല്ല പേരാ. അപ്പൊ സുരേഷ് ഗോപിയുടെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറഞ്ഞു. സുരേഷ് ഗോപി പറയുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇച്ചിരി ഇതൊക്കെ കൂടുതലുണ്ട്. അങ്ങനത്തെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്കറിയാം. ആയിക്കോട്ടെ. ഓക്കെ, ഒരു മ്യൂസിക്. ഓക്കെ, ആക്ഷൻ. കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലായിരുന്നു. ഇതെടുത്തൊക്കെ ഒന്ന് കണ്ണിൽ പണ്ടാറടങ്ങ്. ഓക്കെ, ഞാനിവിടെ എടുത്തു വെച്ച് ഇത് പറ്റി. ആയിക്കോട്ടെ. ഓക്കെ, ഡയലോഗ് വരട്ടെ.
സുരേഷ് ഗോപിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കോച്ച് പിടിച്ചു പോയി. ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞ നേരത്തെ മുതൽ പറഞ്ഞത്. എടാ നിന്റെ ആകത്തേക്കും പ്രകൃതിനും പൊക്കത്തിനൊക്കെ പറ്റിയ നടന്മാരെ കുറിച്ച് നീ ഈ ഡയലോഗ് പറഞ്ഞാൽ പോലെ എന്ത് പോക്കറ്റാണ് നീ കാണിക്കണത്? എടാ ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിനെ നീ ഇരിക്കുന്നത്. എടാ നമ്മൾ പറയുമ്പോ ആ നടന്റെ ഒരു ഭാവമൊക്കെ നിന്നെ കന്യം മുണ്ടൊക്കെ വരണ്ടേ? ഇതെന്താ നീ കാണിച്ചു കൂട്ടി? എന്താണ് ഇതെങ്ങനെയാണ് സുരേഷ് ഗോപിനെ നീ ഇരിക്കണത്? വരണ്ടായിരുന്നു, എന്തെന്ന് ഇന്റർവെല്ലിന് വരണ്ടായിരുന്നു. ഇന്റർവെല്ലിന് വരണ്ടായിരുന്നെന്നാ? എടാ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ 1.5 മാസം നീ പറഞ്ഞത് ഞാൻ പറയാൻ പറ്റക്കണ ഡയലോഗ് കൊടുത്ത് പറഞ്ഞിട്ട് ഡയലോഗല്ല ഡയലോഗ്. എന്റെ അപ്പച്ചനെ പിന്നെ കുത്തി മലത്തിയത് കൃത്യമായിട്ട് പറയല്ലേ? ഈ കൂട്ടത്തിലേത് മോനായാലും അവനെ കൊല്ലും ചക്കൊച്ചി, വെള്ളം മോന്തും ചക്കൊച്ചി, കങ്കര തിന്നും ചക്കൊച്ചി, ചക്കൊച്ചി. എനിക്ക് മനസ്സിലായി. എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഇത് വേറെ ആളുടെ പിന്നെ മോഹൻഡോ മോഹനോ ഇങ്ങനെ മോഹൻലാൽ. അത് പറയാ. ആയിക്കോട്ടെ. അത് വലിയ ഇത് കണ്ണാടി എടുക്കാൻ വേണ്ട. എടുക്കാൻ വേണ്ട. എത്ര വരെ പോയി? അവിടുത്തെ ഒരു ചെറിയ മ്യൂസിക്. ഓക്കെ ഓക്കെ. ഞാൻ മോഹനൻ. ഞാൻ ഞാൻ മോഹൻലാൽ. 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 മോഹൻലാൽ പാട്ട് പഠിക്കണം എന്ന ചിന്താഗതിയുമായി ചെന്നപ്പെട്ടത് ഒരു കടുവയുടെ മടയിലായിരുന്നു. അതൊരു സിംഹത്തിന്റെ പുത്ത്. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. 10 പൈസ ഇല്ലാതെ പോലെ എവിടെ നിന്ന് ദക്ഷിണ വയ്ക്കോ? മോഹൻലാലാവ്. മോഹൻലാലാവ് എന്നാ പറയുക? ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞോളാം. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. അവസാനം ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ നിന്നും ഒരുപടി പച്ചമണ്ണ വള്ളിത്താരി, ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ നിന്നും ഒരുപടി പച്ചമണ്ണ അണ്ണാക്കി തള്ളി വെച്ച് ഒരുപടി പച്ചമണ്ണ വള്ളി അണ്ണാക്കി തള്ളിയിട്ട് യാത്ര തിരിച്ചു. ഇത് ഹിന്ദിയാണ്. സമരോങ്കി സുന്ദരകി ഉറം ഉറുദു യാത്രികെ, ഉറം ഉറുദു യാത്രികെ, സമരോങ്കി സുന്ദരകി കുറം കുറോ യാത്രിയെ, യാത്രിയെ ഓർത്തു. നിനക്ക് അക്ഷരസ്ഫുടത ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. എങ്ങനെ എനിക്ക് ഞാൻ എന്തോരൊക്കെ നിനക്ക് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നിനക്ക് അക്ഷരസ്ഫുടതയില്ല. 1.5 മാസമായി പത്രത്തിൽ പറിച്ചു കൊടുത്തിട്ട് നിനക്കൊരു ഇന്റർവ്യൂവിന് ആളെ കിട്ടിയത് നിന്നെയാണ്. എടാ അക്ഷരസ്ഫുടത ഉണ്ടാവണമെങ്കിൽ ആദ്യം ജനറൽ നോളജ് വേണം. ജനറൽ നോളജ് വേണം. അത് വേണം. അക്ഷരസ്ഫുടതയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ അക്ഷരസ്ഫുടതയില്ല, അക്ഷരസ്ഫുടത. അതിനെന്താ ചെയ്യണേ? അതന്നെ ഞാൻ കുറച്ച് കടങ്കഥകൾ ചോദിക്കാം. കടം കഥകൾ ഓക്കെയാണോ? നീ ഞാൻ പറയുന്ന കടകളിലൊക്കെ നീ കറക്റ്റായിട്ട് ഉത്തരം പറയോ? അത് ചോദിക്കും. ഇവിടെ പല ഇതുള്ള. ഓക്കെ. മുറ്റത്ത് ചെപ്പിനടപ്പില്ല. മുറ്റത്ത് ചെപ്പിനടപ്പില്ല. കക്കൂസ് കക്കൂസ് കക്കൂസ്. അത് കറക്റ്റാ. അത് കിണറാണെങ്കിൽ ആയിക്കോട്ടെ. കക്കൂസിന് നടപ്പില്ലല്ലോ. നമ്മുടെ ഏത് നാട്ടിലാണ് നടപ്പുള്ളത്? ഇന്നത്തെ ഗവൺമെന്റ് തന്നെ ഒറ്റ കക്കൂസ് നടപ്പ് കൊടുത്തിട്ടുണ്ടോ? വീട്ടില്ല വട്ടയില. പൊറോട്ട, അപ്പം, ചപ്പാത്തി അല്ലേ? മറ്റേ ഇതന്നെ ചപ്പാത്തി കടല ചെറുപയറാണ്. പപ്പടം പപ്പടം പറയാൻ വന്നപ്പോ നിങ്ങൾ കയറി പറഞ്ഞ എന്താണ്? ഞാൻ പൊറോട്ട കടല ഒരു ഹോട്ടലിൽ കയറി നോക്കി, ഒരു ചായക്കട കയറി നോക്കി, പുട്ട് കടല പപ്പടം. ഞാൻ പുട്ടും കടല വരെ പറഞ്ഞല്ലേ? പപ്പടം അല്ല, അങ്ങനെ ഇവിടെ വാ. വേറെ ചോദ്യം. അമേരിക്ക സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? അമേരിക്ക സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? അവർ സസ്യബുക്കും അല്ല മാംസബുക്കും അല്ല. പിന്നെ അവർ 1-ാം തരം സെക്സ് ബുക്കാ. കൊള്ളിയല്ല അവര്. അത് വിട്ടാൽ അതൊക്കെ വിട്ടാൽ. വേറെ ചോദ്യത്തിലേക്ക്. ഘോരമായൊരു വനം. ഘോരമായൊരു വനം. ആയിക്കോട്ടെ. ആ വനത്തിലൂടെ നമ്മൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് വിശന്ന് പറഞ്ഞൊരു സിംഹം നമ്മുടെ നേരെ എടുത്തു ചാടുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടെ. ഘോരമായൊരു വനം. ആ വനത്തിലൂടെ നമ്മൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് വിശന്ന് പറഞ്ഞൊരു സിംഹം നമ്മുടെ നേരെ എടുത്തു ചാടുന്നു. നമ്മൾ എന്ത് ചെയ്യും?
നമ്മളൊന്നും ചെയ്യണ്ട. വിശന്ന് പറഞ്ഞു വന്ന സിംഹം ചെയ്തോളൂ. നമ്മൾ എന്നത്ര ചെയ്യുന്ന അതല്ല വിശന്ന് പറഞ്ഞു വന്നെ, നമ്മളെ തിന്നേച്ച് പോവുകയല്ലേ. ഇങ്ങനെയൊക്കെയാണല്ലോ. വേണ്ട, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഗൾഫ് നാടുകൾ കട്ടഞ്ചാക്കി സുലൈമാനി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കട്ടൻ കാപ്പിക്ക് എന്ത് പറയും? ഗൾഫ് നാടുകളിൽ കട്ടഞ്ചാക്കി സുലൈമാനി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കട്ടൻ കാപ്പിക്ക് എന്ത് പറയും? അബ്ദുൾ റഹ്മാൻ, റസാഖ്, ഷാജി എന്ന് പറഞ്ഞത് എന്തായാലും ഒരു പേര് ഫിക്സ് ചെയ്യും. വേണ്ട, എന്തെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്യും. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചിക്കൻ കുനിയും ചപ്പാത്തി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിക്കൻ കുനിയും ചപ്പാത്തി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ? ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? അത് ഞാൻ പറയാം. പറഞ്ഞേ. ചിക്കൻ കുനിയ പരത്തുന്നത് കൊതുക്, ചപ്പാത്തി പരത്തുന്നത് നമ്മുടെ പെണ്ണുമ്പിള്ളമാര്. അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഏതാണ് നിങ്ങൾ ഏതാണ്ട് ഈ ഉത്തരവുകൾ നിങ്ങൾ ഓക്കെ. ഇനിയിപ്പോ വേറൊരു കാര്യം ചെയ്യാം. ഈ പടത്തില് നായകൻ നിങ്ങളാന്ന് നിങ്ങൾ സങ്കല്പിക്കാം. എടുത്തു നിങ്ങളാണ് നായകൻ. നിങ്ങളാണ് ഈ പടത്തിലെ നായകൻ, ഞാൻ ഈ പടത്തിലെ വില്ലൻ. നിങ്ങളാണ് നെട്ടൂരാൻ. നിങ്ങളാണ് ഓക്കെ. നിങ്ങളാണ് ഈ പടത്തിലെ നായകൻ. നിങ്ങളുടെ പേരാണ്, എൻ്റെ പേരാണ് നെട്ടൂരാൻ. നിങ്ങളുടെ പേരാണ് നെട്ടൂരാൻ. ഞാൻ ഈ പടത്തിലെ വില്ലൻ. നിങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, ഈ നെട്ടൂരാനോട് ആണോടാ നിന്റെ കളി? എനിക്കൊന്നും മനസ്സിലായല്ലോ, ഒന്ന് പറയാമോ? ഞാനാണ് ഇന്നത്തെ വില്ലൻ, നായകൻ. നിങ്ങളുടെ പേര് നെട്ടൂരാൻ. ഞാൻ ഈ പടത്തിലെ വില്ലൻ. നെട്ടൂരാനായ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ നെട്ടൂരാനോട് ആണോടാ നിങ്ങളുടെ കളി? ഇത് ചോദിച്ചാ പോരെ? മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ വില്ലനോട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയണ ഒരു സംഭവം അതിലേ ഉള്ളൂ. ഈ നെട്ടൂരാനോട് ആണോടാ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞേ. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. ഓക്കെ. അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞേ, ഒറ്റ പ്രാവശ്യം ഇവിടെ ഡയലോഗ് ഇതാണ്, ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നിങ്ങളാണ് നെട്ടൂരാൻ, ഞാൻ വില്ലൻ. എങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് ഒരു താല്പര്യമൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞു. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നമ്മൾ അത്ര അകലെ പോണ്ടല്ലേ കുറച്ച്. ഇവിടുന്ന് എന്താ മണക്കണ്ടല്ലോ ഇവിടെ? ഇവിടെ എന്താ മണക്കണ്ടല്ലോ ഇവിടെ? ആലോചിക്കേ, എന്റെ കാലിൽ കുഴപ്പമൊന്നുമില്ല. എന്താ ചവിട്ടിക്കേറ്റിക്കൊണ്ട് എങ്ങനെ ഡയലോഗിലാ ഈ നെട്ടൂരാനോടാ നിന്റെ കളി? അകലെ പോണ ഇവിടെ. ഒരു മിനിറ്റ് നിർത്തിക്കുന്നു, വൃത്തിയാക്കി പറയാം. ഈ നെട്ടൂണാണോ ഈ നെട്ടൂരാനോടാ നെട്ടൂണാണോ ഈ നെട്ടു ഈ ഹുമ്മ നടത്തി വരാമെന്നോ? ഈ ഹുമ്മ നടത്തി വരാമെന്നോ? ഈ ഹുമ്മന്ന് മാറ്റിക്കേ. ആ കുമ്മ കളഞ്ഞു. അപ്പൊ എന്റെ പേരെന്താണ്? ശശി കോടാട്. അതെ, എന്റെ പേരെന്താണ്? സുരേഷ്. സുരേഷ്. ഈ ഹുമ്മ എടുത്ത് മാറ്റി കഴിയുമ്പോ എന്റെ പേരെന്താണ്? എടവേ, നിങ്ങളുടെ പേരല്ലേ സുരേഷ് എന്ന്? അപ്പൊ അതിനിടയ്ക്ക് ഹുമ്മ എടുത്ത് മാറ്റി കഴിയിട്ട് എന്നോടാണോടാ നിന്റെ കളി ഇത് ചോദിച്ചപ്പോ അത് ഞങ്ങൾ നെട്ടൂണാണോ നെട്ടൂണാണോ നാണോടാ കളി? അതിനടുത്ത് ഹും ആവശ്യമുള്ള എടോ, ഞാൻ തന്നോട് കാര്യം ചോദിക്കും. നാണോടാ കളി, അതിനുള്ള ഹും. എടോ, തന്നെ നായകനായിട്ട് അഭിനയിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ഓളാവേദോ നിങ്ങൾ വല്ല പഠിക്കുമ്പോ എന്തേ നിങ്ങൾ എന്നാ വിചാരിച്ച എന്നെ കുറിച്ച്? നിങ്ങൾ ഞാൻ എന്നാക്കാ സുരേഷ് 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 ഗോപി മോഹനൻ മോഹൻലാൽ ഇന്റർവ്യൂ വിളിച്ച എന്നെ വേണം തല്ലിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങടാ.
ഏതായാലും ഇന്റർവ്യൂവിന് ഒരാളെ കിട്ടി, താൻ ഏതായാലും ഇന്റർവ്യൂവിൽ പാസ്സായില്ല, താൻ പുറത്തേക്ക് പോവാണ്. താൻ ഇനി എങ്ങനെ ജീവിക്കും? ഞാൻ ജീവിക്കുന്നതല്ല, കല്യാണം കഴിച്ച് അന്തതായിട്ട് സുഖമായിട്ട് ആ താൻ കല്യാണം കഴിച്ച് ജീവിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ തനിക്കൊരു കാര്യം ചെയ്യാൻ, എനിക്കൊരു 3 ഓപ്ഷൻ ഞാൻ തന്റെ മുമ്പിലേക്കാണ് വെക്കാം. 3 ഓപ്ഷൻ. എന്ത്? ഇന്ന് താൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഒരു 3 ഓപ്ഷൻ തന്റെ മുമ്പിലേക്കാണ് വെക്കാം. അങ്ങനെ വെക്കും. 1 എനിക്ക് മനസ്സിൽ പോണേ എട്ടൂണാണോ നാണോ അതൊക്കെ പോട്ടെ, എല്ലാം വിട്ടേരെ. ഓപ്ഷൻ ഒരു കാര്യം പറയട്ടെ, 3 പെണ്ണുങ്ങളെ കുറിച്ച് തന്റെ മുമ്പിലേക്ക് ഒരു ഓപ്ഷൻ അങ്ങോട്ട് വെക്കാം. 3 പെണ്ണുങ്ങളെ താങ്ങട്ടെ. ഞാൻ പറഞ്ഞ താനാണ് കേക്ക്. 3 പെണ്ണുകളെ കുറിച്ച് തന്റെ മുമ്പിലേക്ക് ഓപ്ഷൻ അങ്ങോട്ട് വെക്കാം. 1 ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ, 2 ഒരു നേഴ്സ്, 3 ഒരു ടീച്ചർ. താൻ ഇതിനകത്ത് ആരെ കല്യാണം കഴിക്കും? 1 ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ, 2 ഒരു നേഴ്സ്, 3 ഒരു ടീച്ചർ. ഇതിൽ താൻ ആരെ കല്യാണം കഴിക്കും? ഞാൻ ടീച്ചറിനെ കല്യാണം കഴിക്കും. ടെലിഫോൺ ഓപ്പറേറ്റർക്ക് എന്താണ് കുഴപ്പം? ടെലിഫോൺ ഓപ്പറേറ്റർ ആരെല്ലാം കല്യാണം കഴിക്കും? അന്നാണ് കാര്യം. നമ്മൾ ഒന്നാമതൊരു കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് നമ്മൾ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കല്യാണപ്പന്തലൊക്കെ ഒന്ന് പൊളിച്ചടുക്കി കൊടുത്തു, ആ വണ്ടിക്കാരൊന്ന് പറഞ്ഞു വിട്ടു, ആ പണ്ടാരികളും മറ്റേ സാധനം ഉണ്ടാക്കാൻ എല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം കുളിച്ച് റെഡിയായി നമ്മൾ വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മണിയേറെ കയറി ചെല്ലുമ്പോൾ ഒരു മുല്ലപ്പൂവൊക്കെ ചൂടി, കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി, ഒരു ഗ്ലാസ് പാല് വാട്ട ഒരു പെണ്ണിനെ അല്ലേ, ആ മണവാട്ടിനെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ വന്നിട്ട് നമ്മളോട് എന്നാണ് ഈ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ക്യൂവിലാണ്, നിങ്ങൾക്ക് റേഞ്ച് ഇല്ല, നിങ്ങൾ പരിധിക്ക് പുറത്താണ് എന്ന് പറയാൻ ഞാൻ എന്താ പരിധി ഉണ്ടാക്കണം? ഞാൻ എന്താ റേഞ്ച് ഉണ്ടാക്കണം? നേഴ്സിനൊക്കെ എന്നാ ഡോക്ടറെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടണേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടണ ഡോക്ടർ വന്നാലോ അല്ലെങ്കിൽ നേഴ്സ് വന്നാലോ നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് എടുക്കണം, നിങ്ങൾക്ക് ഭയങ്കര അസുഖമെന്ന് പറയും, എന്നൊക്കെ പറയും. ടീച്ചറാണ് യാതൊരു കുഴപ്പമില്ല. അതെന്താണ്? എത്ര രാത്രിയായാലും ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ട് കിടത്തി ഓർക്കുള്ളൂ. നമുക്കെല്ലാവർക്കും ഉള്ള ഒന്നാണല്ലോ കുടുംബം. കുടുംബം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കാറുണ്ട്, ചില കുടുംബം ഭയങ്കര ആത്മാർത്ഥമായിട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ പട്ടാളം ഭാർഗവൻ ഒരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഞാനും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കുടുംബം. പക്ഷേ പട്ടാളം ഭാർഗവൻ ഉണ്ടാക്കാൻ പോകുന്ന കുടുംബമല്ല ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് പട്ടാളം ഭാർഗവൻ എങ്ങനെയാണ് കുടുംബം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ദൈവമേ, എന്നെ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ കീറാതിരുന്നാൽ മതി. ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കളപ്പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ടൻ ചൂല് കീറുന്ന കാണാൻ എന്ത് രസാ, എനിക്കിഷ്ടായി. ആണാ? എങ്കിൽ ഞാൻ നിർത്തി, ഇനി ശകു ബാക്കി ചെയ്തോ. അയ്യോ അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ടാണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പോ ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. എന്താ? അന്നമാണല്ലോ പ്രധാനം. ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ടോ. പിന്നെ അരിയിലെ കല്ല് കളയുമ്പോ അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? അതാണോ ഇത്ര വലിയ ആനക്കാര്യം? അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവേട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. അമ്മോമായിട്ടൊന്ന് പഞ്ചാരടിക്കാനും സമ്മതിക്കും. വല്ലതും തരണേ അമ്മാ, വിശന്നിട്ട് വയ്യമ്മാ. വല്ലതും തരണേ, വിശന്നിട്ട് വയ്യമ്മാ. അമ്മാ, വിശന്നിട്ട് വയ്യമ്മാ, വല്ലതും തരണേ. നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ച കിച്ചൊന്നുമില്ല, പോയേ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ, ഇവനെ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാം. ചിലവുള്ള ഇടപാടാണ്. പിച്ചക്കാരാ, 100 രൂപയുണ്ട്. ചുമ്മാ ഇരിശവു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്. മനസ്സിലായോ? 6 കോടി പുണ്യം കിട്ടും. എന്റെ ഭാർഗവേട്ടൻ എന്താ ഇത്? 100 രൂപ ഈ പിച്ച
പരിപാടിക്ക് കൊടുക്കുന്നു. ഓട്ടെ ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യപ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചിലത് എന്തെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും 10-100 ഒക്കെ തരും. ബാക്കി എല്ലാ തെണ്ടികളും കണക്കാ സാറേ. ഞാൻ തന്ന ഈ 100 രൂപയും കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചു വച്ചോണം. അത് പറയാൻ താനാരാ? ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശ എന്റെ സൗകര്യം പോലെ ചെയ്യും. 100 പച്ച കാശ നേരത്തും പ്രസംഗിക്കണ അല്ല പിന്നെ. ഭാർഗവേട്ടൻ ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്. ഭക്തി നമുക്കെല്ലാവർക്കും നല്ലതാണ്. ഞാനും ഒരു കൃഷ്ണഭക്തനാണ്. പക്ഷേ ഭക്തി അമിതമായാൽ എന്ത് സംഭവിക്കുമെന്ന് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, ഈ പുലർക്കാലം കാണുന്ന സ്വപ്നെ പൂ പോലെ വലിക്കുന്നു പറയണതേ നേരാണോ രമേട്ട? കൊച്ചുളുപ്പങ്ങാലത്ത് നീ എന്ത് പേക്കിനാ പാടി കണ്ടത്? പേക്കിനോ ഒന്നും അല്ല ചേട്ടാ, അയൽക്കൂട്ടത്തിന് ചിട്ടി എനിക്ക് അടിക്കുന്നതായിട്ടേ ഞാൻ സ്വപ്നം കണ്ടു. ഇതേ ഇന്ന് കുറി വീണത് എനിക്കാ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാലേ നമുക്ക് ത്രികാലജ്ഞാനം ഉണ്ടാവും പറയണത് ഇതാ. കൃഷ്ണ ഗുരുവായൂരപ്പ, നീ എന്നെ രക്ഷിച്ചു. എത്ര രൂപ കിട്ടിയടി? 25,000. പച്ചനോട്ടിന്റെ മണമടിച്ചിട്ട് എത്ര ആളായി? ഏതായാലും നിനക്ക് ചിട്ടി അടിച്ചത് നന്നായി. ഇനി ബ്ലേഡുകാരെ തപ്പി നടക്കണ്ടല്ലോ. ബ്ലേഡുകാരെയോ? കൊള്ളപ്പലിശക്കാണെങ്കിലും പുതിയൊരു ഹാർമോണിയം പെട്ടിയും ഒരു തബലയും മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പഴയ തബലയിൽ മുഴുവൻ ബാൻഡേജാ. ഹാർമോണിയത്തിന്റെ ആണെങ്കിൽ ഒറ്റ കട്ട പോലും ലെവലല്ല. നീ ആകാശിക്കുന്ന 4-5 കളി കഴിയുമ്പോ ഇതുപോലെ തന്നെ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം. അയ്യടാ, ആ പരിപ്പ് ഈ കുക്കറിൽ വേവില്ല രമണേട്ടാ. നാട്ടുകാരുടെ ഏറും തല്ലും കിട്ടുന്ന പരിപാടിക്ക് എന്റെ കാശ് ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാശ് കൊണ്ടേ എനിക്കൊരു സ്വർണ്ണ പാദസരം വാങ്ങണം. പാദസരോ? ഈ കാലിൽ ഇനി എന്തിനാടിയോ ഒരു പാദസരം? എന്റെ പൊന്നുകൂടത്തിന് ഒരു പൊട്ട് വേണോ? വേണ്ടല്ലോ. ആഹാ, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്ന. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആ ശകുന്തല ഉണ്ടല്ലോ, ഇന്നലെ സ്വർണ്ണപാത്രം മേടിച്ചിട്ടിരിക്കുന്നു. വഴിയിലെങ്ങാനും ഒരു തുള്ളി വെള്ളം കെട്ടിക്കിടക്കണ്ടേ? എന്നിട്ട് മരുന്ന് വഴിക്ക് അവൾ ആ പാദസരം എന്നെ കാണിക്കാൻ വേണ്ടിട്ടേ സാരി പൊക്കി കുത്തി നടക്കുന്നു. നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അവളുടെ മുമ്പിൽ ചെന്നേ ഞാനും ഈ തുണി ഒന്ന് പൊക്കി കുത്തും. തബലയും ഹാർമോണിയം ഇല്ലെങ്കിൽ ഒരു കാതികനില്ല. ഒരു കാതികനില്ലെങ്കിൽ പിന്നെ കഥയില്ല. കഥയില്ലെങ്കിൽ പിന്നെ അതെ നമ്മുടെ കഞ്ഞൂടിയുടെ കാര്യം കട്ട പുകയാ. പട്ടിണിയെങ്കിൽ പട്ടിണി. നിങ്ങൾ കഥാപ്രസംഗം നിർത്തിയാലേ നാട്ടുകാർക്കെങ്കിലും സ്വസ്ഥത കിട്ടുമല്ലോ. രമണേട്ടാ, കറുത്തവാവ ദിവസേ കാക്ക മലന്ന് പറക്കാം, വരിക്കപ്ലാവി കൊട്ടത്തേങ്ങ ഉണ്ടാവാം, പെരുമ്പാമ്പിൻ കൂട്ടിലെ താറാവ് മുട്ടയിടും. പക്ഷേ ഈ രമണി ഒരു കാര്യം തീരുമാനിച്ചാലേ ആകാശം ഇടിഞ്ഞു വീണാലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉറപ്പാണോ? 101% ഉറപ്പാ. സ്വന്തം ഭർത്താവിന് കാശ് തരാത്ത ദുഷ്ടേ, വഞ്ചകി, പത്രകാളി, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയല്ല. നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ആ കസേരയിലേക്ക് ഇരിക്കും. ഇറങ്ങിപ്പോക്ക് നമ്പർ ചീറ്റി പോയല്ലോ ഭഗവാനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ പാദസരം മേടിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആ കാശ് കൈക്കലാക്കണം. രൂപ 1-2 അല്ല, 25,000. ഞങ്ങൾ പട്ടാളക്കാർ ശത്രുപാളയത്തിൽ പ്രയോഗിക്കുന്ന ഒരു അടവ് നയമുണ്ട്. നമുക്കതൊന്ന് പയറ്റി നോക്കിയാലോ? വേണ്ട വേണ്ട, കളരിപ്പയറ്റിലൊന്നും ഞാനില്ല. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പണമെങ്കിലും കൈക്കലാക്കണം, അത്രമാത്രം. എടോ, ആ പയറ്റല്ല ഈ പയറ്റ്. ഇത് ബുദ്ധി കൊണ്ടുള്ള ആയോധന കലയാണ് രമണ. നിന്റെ ഭാര്യക്ക് ഈശ്വര വിശ്വാസം എങ്ങനെയുണ്ട്? മുടിഞ്ഞ വിശ്വാസമല്ലേ. അവള് ഭയങ്കര ഒരു കൃഷ്ണഭക്തയാ. കാലത്തും വൈകിട്ടും കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴാൻ പോകും. അതും പോരാഞ്ഞ് വീട്ടിലൊരു പൂജാമുറി ഉണ്ടാക്കി അവിടെ ഇരുന്നും പൂജ ചെയ്യുമെന്ന്. അത് കൊള്ളാം. എങ്കിൽ നമുക്ക് ആ മാർഗം തന്നെ പ്രയോഗിക്കാം, ഭക്തി മാർഗം. ഭക്തിമാർഗോ? ഗാന്ധി മാർഗം, തപാൽ മാർഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേതാ ഈ പുതിയ മാർഗം? എടോ, ഭക്തയെ ഭക്തിയിലൂടെ തന്നെ പറ്റിച്ച് കാശടിച്ച് മാറ്റുക. അതാണ് ഈ തന്ത്രം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ നമുക്ക് ഗോതയിൽ ഇറക്കാം. പറഞ്ഞ് പട്ടാളത്തിന് വട്ടുപിടിച്ചോ? എടോ, അരൂപിയായ ദൈവത്തിന് നമ്മളെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? പട്ടാളം നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. തോക്കി കയറി വെടിവെക്കല്ലേ. പരമഭക്തയായ തന്റെ ഭാര്യ പൂജാമുറിയിലിരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉടലോടെ തന്റെ ഭാര്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവങ്ങൾക്കുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചിട്ടിയടിച്ച് കിട്ടിയതിൽ നിന്നും 25,000 രൂപ ചോദിക്കുന്നു. തന്റെ ഭാര്യ കൂളായിട്ട് ആ കാശ് എടുത്തു കൊടുക്കുകയും ചെയ്യും. നടന്നത് തന്നെ പുഴുവഴി നിർത്തേണ്ട പട്ടാളം. ശ്രീകൃഷ്ണൻ എന്നല്ല ഒരു ദൈവവും ഇതുപോലുള്ള തരികട പരിപാടികൾക്ക് കൂട്ടുനിൽക്കില്ല. ദൈവങ്ങൾ കൂട്ടുനിൽക്കില്ലായിരിക്കും, പക്ഷേ ഒരു പൈന്റ് 250 രൂപയും കൈവെള്ളയിലേക്ക് അങ്ങ് വച്ചു കൊടുത്താണല്ലോ. അതെ, നമ്മുടെ ബാലക്കാരൻ ചെല്ലപ്പനുണ്ടല്ലോ, കൂളായിട്ട് ഈ പണി അങ്ങോട്ട് ചെയ്യും. ചെല്ലപ്പനോ? ആ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഭാർഗവനൊന്ന് തെളിച്ച് പറ. ഇതിൽ കൂടുതൽ എന്ത് തെളിക്കാനാണോ? എടോ, നമ്മൾ ചെല്ലപ്പനെ കൊണ്ട് കൃഷ്ണന്റെ വേഷം കെട്ടിക്കുന്നു. അവനെ പൂജാമുറിയിൽ തന്റെ ഭാര്യ അറിയാതെ എത്തിക്കുന്നു കേട്ടോ. അല്ലാതെ ഒന്നുമില്ല. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ ചെല്ലപ്പന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പാളിച്ചു പറ്റിയാൽ, രമണിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ സംഗതി മൊത്തം ചീറ്റി പോവും. എടോ, ഇതിനാണ് തലേ കിഡ്നി വേണോന്ന് പറയണത്. എടോ, തന്റെ ഭാര്യ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട വിവരം തന്നെ എന്തായാലും വിളിച്ച് കാണിക്കുമല്ലോ. അപ്പൊ അവളുടെ മുമ്പിൽ താൻ കൃഷ്ണനെ കാണാത്ത പോലെ അഭിനയിക്കണം. ആ നമ്പറിൽ ഏത് രമണിയും വീഴും എന്റെ രമണ. ഈ പട്ടാളത്തിന്റെ ഒരു പേടിച്ചു പോയി. ആകെ കുളമാക്കുന്ന തോന്നുന്നത്. പറഞ്ഞു നിന്നൊക്കെ നല്ലപോലെ ഓർമ്മയുണ്ടല്ലോ. നിന്റെ ഡയലോഗിലും പെർഫോമൻസിലും എന്തെങ്കിലും പാളിച്ച വന്നു കഴിഞ്ഞാൽ സംഗതി ചീറ്റിപ്പോവും. പിന്നെ അവളുടെ ഇടി ഞാൻ മാത്രമല്ല, നീയെ കൊള്ളേണ്ടി വരും. അതെ മോനെ രമണ, ഞാൻ കൊല്ലം 10-20 വർഷമായി ഈ വേഷവും കെട്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട്. അത് രാമനായിട്ടും രാവണനായിട്ടും ഹനുമാനായിട്ടും ശ്രീകൃഷ്ണനായിട്ടൊക്കെ കേട്ടോ. വർഷം കുറെ ജീവിച്ചതാ. എന്നെ നീ അഭിനയം പഠിപ്പിക്കണ്ട. കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ കാണുന്നതാണ് പൂജാമുറി. ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുന്ന രമണി നേരെ പോകുന്നത് അങ്ങോട്ടാ. ഒരു അരമണിക്കൂർ അവർക്ക് അതിന്റെ അകത്ത് പൂജയുണ്ട്. നീ ആ മുറിയിൽ കയറി ആരും കാണാതെ മറിഞ്ഞിരിക്കണം. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 25,000 രൂപ ഈ കൃഷ്ണ മാച്ചുകാരനെ ഞാൻ ഏറ്റു. കൂൾ ഡൗൺ പോയി. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് കയറിയിരിക്കാം. സൂക്ഷിച്ചൊക്കെ ഇരിക്കണേ. അയ്യോ, രമണി വരാൻ സമയമായി. ഉറങ്ങിയേക്കാം. അയ്യടാ, അയ്യോ അയ്യോ അയ്യോ. ഈശ്വര, ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. 24 മണിക്കൂർ തീറ്റ ഉറക്കം മാത്രം. ഇതുപോലൊരു ദുർഗുണയാണല്ലോ എന്റെ ഭഗവാൻ എന്റെ തലേ കെട്ടി വെച്ചത്. താനീ കാട്ടു കുറങ്ങ കാട്ടുപോത്ത് നിന്റെ അച്ഛൻ. ഈ രമണൻ കാട്ടുപോത്താണോ കാട്ടുകുറുക്കനാണോന്ന് നീ പിന്നെ മനസ്സിലാക്കോടി. മരക്കഴുതേ മന്ദബുദ്ധി. രമണന്റെ അടുത്താ കളി. അയ്യോ എന്റെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ ഡിമാൻഡ് ഇതുവരെ ഭഗവാൻ ഒന്ന് ഗൗനിക്ക പോലും ചെയ്തില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ ശകുന്തള മുടിഞ്ഞു മുണ്ടങ്ങൂല് പിടിക്കണത് എനിക്ക് എന്റെ ഈ കണ്ണുകൊണ്ട് കാണണം. അതിനുവേണ്ടി ഈ ഉള്ളവൾ എന്ത് നേർച്ചയും ഭഗവാന് വേണ്ടി നടത്താം. വേണമെങ്കിലേ രമണേട്ടനെ കൊണ്ട് ഗുരുവായൂർ ഞാൻ ശയന പ്രദക്ഷിണം വരെ നടത്താം. എന്താ നീ ഒന്നും പറയാത്തത്? നിക്കണ നിപ്പ് കണ്ടില്ലേ? ഓ, പിടികിട്ടി. എന്നെക്കാളും തൊലി എളുപ്പുണ്ടല്ലോ ആ വെള്ളപ്പാറ്റയ്ക്ക്. കണ്ണ, അവൾ ആളെ ചിരിച്ചു മയക്കാൻ മിടിക്കുക. അവളോട് കള്ളപ്രാർത്ഥനയിൽ നീ വീണു പോകരുത്. ത്രികാലജ്ഞാനിയായ നാം ആരുടെയും കള്ളപ്രാർത്ഥനയിൽ വീണു പോകില്ല മകളെ. ഭഗവാനെ, ഭഗവാൻ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ ഈശ്വര, ഞാൻ കേട്ടത് ഭഗവാന്റെ ശബ്ദമാണോ? അതേ മകളെ, നമ്മുടെ വോയിസ് ആണ് നീ ഇപ്പോൾ കേട്ടത്. ഈശ്വര, ഞാൻ തന്നെയായി. ഞാനും. ഭഗവാനെ, ഈ ഉള്ളവൾക്ക് ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. എന്താ? അശരീരി മാത്രം കേൾപ്പിക്കാതെ അങ്ങയുടെ വിശ്വരൂപം കൂടി എനിക്കൊന്ന് കാണണം. അത്ര പെട്ടെന്ന് ആർക്കും നാം ദിവ്യരൂപം വെളിപ്പെടുത്താറില്ല. എന്റെ ഭക്തയായതുകൊണ്ട് മാത്രം ഒരൊറ്റ പ്രാവശ്യം ഞാൻ എന്റെ വിശ്വരൂപം വെളിപ്പെടുത്താം. ഒരു നിമിഷം ഭക്ത കണ്ണുകൾ അടച്ചു പിടിച്ചോളൂ. ഇനി ഓട്ട എവിടെ? ഇനി കണ്ണുകൾ മെല്ലെ തുറന്നോളൂ. അയ്യോ ഭഗവാനെ, ഈ തിരുരൂപം എനിക്കിങ്ങനെ കൺമുമ്പിൽ കാണാൻ പറ്റിയല്ലോ. ഇനി എനിക്ക് മരിച്ചാലും പ്രശ്നമല്ല.
നീ അങ്ങനെ പെട്ടെന്നൊന്നും ചാകില്ല പത്തേ. മൂർഖം പാമ്പ് നിന്നെ ഓടിച്ചിട്ട് കടിച്ചാലും നീ അത്ര പെട്ടെന്ന് തീരെയല്ല. അത്രയ്ക്കും ദീർഘായുസ് നാം നിന്നെ ദർശിക്കുന്നു. ഞാൻ സംപ്രീതിയായി ഭഗവാനെ. ആയിക്കോട്ടെ ഭഗവാനെ, അങ്ങ് എനിക്ക് ദിവ്യദർശനം തന്ന കാര്യം പറഞ്ഞാലേ ഒരു ഈച്ച പോലും വിശ്വസിക്കില്ല. ഈ പഞ്ചായത്ത് മുഴുവൻ മുടിഞ്ഞ അസൂയക്കാരാ. ആണോ? ഒരു തെളിവിന് വേണ്ടി ഞാൻ എന്റെ രമണേട്ടനെ ഒന്ന് വിളിച്ചോട്ടെ. പെട്ടെന്ന് വേണം, നാം ഭയങ്കര ബിസിയാണ്. വിളി വിളി വിളി. രമണേട്ടാ 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 രമണേട്ടാ, ഒന്ന് എണീക്ക് രമണേട്ടാ. ശ്ശോ, എന്താ എന്താ കുന്തം, ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. നിനക്കിത് എന്തിന്റെ സൂക്കേടാടി? പരസ്യമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? നാട്ടുകാരെ കണ്ടാൽ എന്ത് വിചാരിക്കും? എന്റെ രമണേട്ടാ രമണേട്ടാ, ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എന്നെ പിടിച്ച് വലിക്കാതെ, ഞാൻ പറയാ. ഇങ്ങോട്ട് വാ, ഓടി ഇങ്ങോട്ട് വാ. എന്താ? ദേ, ഇത് കണ്ടാ, ഇത് ആരാണ് നോക്ക്. ഇതെന്റെ ഭാര്യ രമണി അല്ലാതാരാ? അയ്യോ അതല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന കാണുന്നില്ലേ രമണേട്ടാ? നിനക്കെന്താ തലക്ക് നല്ല സുഖൂല്ലേ? അയ്യോ, ഞാൻ ഇവിടെ ഒരു കൃഷ്ണനെയും കാണുന്നില്ല. എന്റെ ഗുരുവായൂരപ്പാ, സോറി ഭഗവാനെ വിളിച്ചു. അയ്യോ, അറിയാതെ പറഞ്ഞു പോയതാ. എന്നാലും എന്റെ രമണേട്ടാ, തൂണ് പോലെ നിൽക്കുന്ന ഭഗവാനെ രമണേട്ട കാണുന്നില്ലെന്ന് പറഞ്ഞ എനിക്ക് വിശ്വാസം വരുന്നില്ല. നിന്റെ ഭർത്താവ് പറഞ്ഞ സത്യം തന്നെയാണ്. അല്പജ്ഞാനികൾക്കും അന്ധവിശ്വാസികൾക്കും നമ്മെ സ്പർശിക്കാൻ പറ്റില്ല. അയ്യോ എന്റെ കൃഷ്ണ, നീ എന്താ രമണി ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത്? ഞാനെല്ലാം വിശദമായിട്ട് പിന്നെ പറയാ രമണേട്ടാ. ഭഗവാൻ എനിക്ക് ദർശനം തന്നു. ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ചേട്ടൻ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഭഗവാനോട് ഞാനേ നമ്മുടെ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. അതുവരെ ചേട്ടനിവിടെ തൊഴുതുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോണ്ട് നിൽക്ക്. ഭഗവാനെ, അങ്ങയുടെ ദിവ്യശക്തി അപാരം തന്നെ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് സാധിക്കാത്ത ഈ ഇഹപര ലോകത്ത് യാതൊന്നുമില്ല മകളെ. അയ്യോ, സാധുക്കളായ ഞങ്ങളെ കൊണ്ട് ഒരു ചെറിയ കാര്യം പോലും സാധിച്ചെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഭഗവാനെ, അവിടുത്തെ ഏഴയായ എനിക്ക് അതിമോഹങ്ങളോ അത്യാഗ്രഹമോ ഒന്നുമില്ല. തല ചായ്ക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത ഒരു കൊച്ചു 2 നില വീട്, പുറത്തിറങ്ങി സഞ്ചരിക്കാൻ ഒരൊറ്റ ബെൻസ് കാറ്, പിന്നെ വട്ടച്ചെലവിന് ഒരു 1, 2, 3 കോടി രൂപയുടെ ബാങ്ക് ബാലൻസും. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നാം നിന്റെ എല്ലാ അഭിലാഷങ്ങളും സബലീകരിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് നീ നമുക്കും ഒരു സഹായം ചെയ്തു തരണം. അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്റെ അല്ല രമണേട്ടന്റെ ജീവൻ വരെ പണയം വെക്കാം. ക്ഷുദ്രക്രിയകളിലൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല മകളെ. അയൽക്കൂട്ടത്തിന്റെ വകയിൽ നിനക്കൊരു 25,000 രൂപ ചിട്ടി അടിച്ചു കിട്ടിയിട്ടില്ലേ? അയ്യോ, ഭഗവാൻ ഇതെങ്ങനെ അറിഞ്ഞു? നാം അറിയാതെ ഈ ലോകത്ത് ഒരു കൊതുക് പോലും മുട്ടയിടിയല്ല ദാസി. നിന്റെ പേരിൽ നാം ആണ് ആ കുറി അടുപ്പിച്ചത്, അല്ലെങ്കിൽ അത് വേറൊരു ചേച്ചിക്ക് വീഴുന്നതായിരുന്നു. എന്റെ ഭഗവാനെ, ആ പണം നീ നമുക്ക് തരിക. ഭഗവാൻ എന്തിനാ പണം? പിന്നെ ദേവലോകത്തെ വയസ്സായ കുറേ ദേവതമാരുണ്ട്, അവരുടെ പെൻഷന്റെ കാര്യത്തിന് വേണ്ടിട്ടാ. ഭഗവാനെ, ഞാനേ ഒരു സ്വർണ്ണപാത്രം വാങ്ങാൻ വേണ്ടി ആ കാശ് മാറ്റി വെച്ചതായിരുന്നു. അകക്കണ്ണുകൊണ്ട് നാം എല്ലാം കാണുന്നു. ശകുന്തളയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയല്ലേ നിനക്ക് ഈ സ്വർണ്ണ പാദസരം? നീ വിഷമിക്കേണ്ട. ആറ്റിൽ കുളിക്കാൻ പോകുമ്പോൾ അവിടെ പാദസരം കാണാതെ പോകും. എങ്കിൽ കുഴപ്പമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. രമണേട്ടാ, എനിക്ക് ചിട്ടി കിട്ടിയ കാശേ ഭഗവാൻ ചോദിക്കുന്നു. പെൻഷന്റെ കാര്യത്തിനാ. കൊടുത്തോട്ടെ. ദൈവകാര്യത്തിനല്ലേ? കൊടുക്ക. എന്നാ ഞാൻ ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ലോണം പ്രാർത്ഥിക്കും. ആണോ? കാശ് മേടിച്ച് നമുക്ക് പെട്ടെന്ന് സ്ഥലം കുഴപ്പമില്ലല്ലോ എന്റെ അഭിനയം. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങള് വന്നിട്ട് ഇതേ ഭഗവാനെ, എല്ലാ 1000ന്റെ ആണല്ലേ? അതെ അതെ. പെൻഷൻ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും, എന്നാലും സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പം നമുക്ക് പോകാൻ ടൈം ആയിരിക്കും. അപ്പം ഭഗവാനെ, എനിക്കിനി ഭഗവാനെ ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. നീ വിഷമിക്കാതിരിക്കും മകളെ. നിന്റെ സന്താപം നാം മനസ്സിലാക്കുന്നു. ദേവലോകത്ത് ഇനിയും ഫണ്ടിന് ഷോട്ട് വരുമ്പോ നാം നിന്റെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാം. അതുപോലെ തൽക്കാലം നാം വിടവാങ്ങും. ഇനി ഭക്ത, കണ്ണടച്ച് 1001 വട്ടം നമ്മുടെ നാമം ഉരുവിട്ടോണ്ടിരിക്കുക. 1001 വട്ടം അത് കുറയരുത്. നിനക്ക് ഞാൻ എന്നെ തന്നെ നേരുന്നു.
മംഗളം പവന്തു. നന്നായിട്ട് കണ്ണടച്ചോ, പ്രാർത്ഥിച്ചോ. ആ, എണ്ണണ്ടേ കണ്ണടച്ചോ. കാശൊക്കെ പിന്നെ എണ്ണാം. വാ. ഇന്ന്. ചെല്ലപ്പാ ആ. താൻ കലക്കി. ഓ, ഞാൻ ഏത് കേസിൽ ഇടപെട്ടാലും അത് കലക്കാൻ ഈ ചെല്ലപ്പന് കഴിയുമെന്ന് രമൺ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതാണ് ഈ രാജാപ്പാട്ട് ചെല്ലപ്പൻ. വാ. കാശിതാ, ഇനി നീ ഇവിടെ ഒട്ടും നിൽക്കുന്നത് ശരിയല്ല. വേഗം സ്ഥലം വിട്ടോ. അതൊന്നും എണ്ണാനൊന്നും ഇല്ലെങ്കിൽ താ. ആ, ഇന്നാ നിനക്ക് 500 രൂപയുണ്ട്. സത്യം പറഞ്ഞാല് 250 ഒരു പൈൻറ്റ് കൂട്ടിയിട്ട് 400 രൂപ തരേണ്ട കാര്യമുള്ളൂ. പക്ഷെ നീ ഇത്രക്ക് കഷ്ടപ്പെട്ടതല്ലേ, അതിന്റെ പേരിലേ 500. 500 ഇല്ലവയോ? ഇത്രയും കഷ്ടപ്പെട്ടനോ? സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതിന്റെ നേർ പകുതി എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ചുരുങ്ങിയത് എനിക്ക് ഒരു 5000 രൂപയിലും വേണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയി. ഈ 500 രൂപ അല്ലാതെ 5 നയാ പൈസ ഞാൻ കൂട്ടി തരില്ല. തരികയില്ല? ഇല്ല. ഉറപ്പാ? ഉറപ്പ്. ഇനി എന്നേ അപ്പൊ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് വെറും ഇസ്പേഡ് ഏഴാം കുലിയല്ലേ? രമണ, നീ ചെവി നുള്ളിക്കോ. ഇതിനുള്ള ഫലം നിനക്ക് ഞാൻ തിരിച്ച് തന്നിരിക്കുവടാ. ഓ, നമുക്ക് കാണാം. നമുക്ക് കാണാവടാ. നീ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നീ പോരല്ലപ്പാ, നീ എന്റെ അടുത്ത് കളിക്കല്ലേ. അവൻ ഒരാള് നടക്കണം. നിനക്കെന്താടാ എന്നെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്ത? ഇത് ഞാനാടാ, പട്ടാളം ഭാർഗവൻ. ഭാർഗവനോ? സത്യം പറഞ്ഞ ഇപ്പഴാ തന്നെ ഞാൻ കണ്ടത്. എന്താ നിന്റെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി? എന്റെ ഉള്ളിലെ ഭാവന പടുപിളർത്തി ആടുമ്പോൾ എതിരെ ആര് വന്നാലും പോയാലും ശരി, എനിക്കത് അറിയാൻ കഴിയില്ല. ഓ, ഭാവന പണം എടുത്തോ 10 എടുത്തോ കൊള്ളാം. നടുറോഡിൽ കൂടി സൂക്ഷിച്ച് നടന്നില്ലെങ്കിലേ പാണ്ടിലോറി വന്ന് പാഞ്ഞു കയറും. ആ, പിന്നെ ചെല്ലപ്പനെ ഞാൻ കണ്ടിരുന്നു. അവൻ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. എന്തായാലും എന്റെ ഒരേ ഒരാളുടെ ബുദ്ധിശക്തി കൊണ്ടാണ് രമണൻ ആ കാശ് കിട്ടിയത്. എന്റെ കമ്മീഷൻ എടു. എന്തെങ്കിലും ഒരു നക്കാപ്പിച്ചു കൊടുത്ത് പറഞ്ഞുകൂടാ, അല്ലെങ്കിലേ ഇതിന്റെ പേരും പറഞ്ഞ് പുറകെ മണത്ത് നടക്കും. 100 രൂപയുണ്ട്. സന്തോഷമായില്ലേ? 100 രൂപയോ? ഈ 100 കൊണ്ടാണ് ഞാൻ പോകുന്നത് കരുതിയിട്ടാണെങ്കിൽ നിനക്ക് സന്തോഷിക്കാം. ഒരു 10-2000 രൂപയെങ്കിലും കിട്ടാതെ ഈ പട്ടാളം ഭാർഗവൻ ഇവിടുന്ന് പോകൂല രമണ. 2000 രൂപ നടക്കില്ല. ഞാൻ നടന്നോളാം. എന്നാ പിന്നെ അത് തന്നെ ഒന്ന് കാണട്ടെ. രമണ, നീ എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത്. എടഞ്ഞ ഞാൻ മഹാചെറ്റയാണ്. വെറുതെ എന്നെ കൊണ്ട് നീ തോക്കടിപ്പിക്കരുത്. തന്റെ ഉണക്ക തോക്ക്, തന്റെ ഈ തോക്കേ എനിക്ക് ഇത്രേ ഉള്ളൂ. അരെ ബദ്മാഷ് സാലേ കുത്താ. എന്റെ തോക്കിനെ നീ പരിഹസിക്കുന്നോടാ. നിന്നെ ഒറ്റ വെടിക്കാൻ തട്ടിക്കളയും. കേസ് വന്നാലേ സ്വയം രക്ഷക്ക് ചെയ്താന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് തടി ഊരും കേട്ടോ. ഇയാള് വെടി വെക്കടോ. ഈ തോക്കിലൊരു ഉണ്ട പോലും ഇല്ലെന്ന് ഈ നാട്ടിലെ പട്ടിക്കുറുക്കന് പോലും അറിയാം. നീ എന്താടാ വീണ്ടും ഈ ശ്രീകൃഷ്ണ വേഷത്തിൽ? അത് പിന്നെ നമ്മള് എത്ര അഴിച്ചു വെച്ചാലും വീണ്ടും ചില സന്ദർഭങ്ങളിൽ അതേ വേഷം കെട്ടേണ്ടി വരികയല്ലേ. എന്റെ വീടിന്റെ അതിലേക്കൂടെയുള്ള വഴി കൂടെ വന്നത്. സത്യം പറ, നീ എവിടെ പോയതാ? അത് ശരി, ഇയാളുടെ വീട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആർക്കും അതിൽ യാത്ര ചെയ്യാൻ പറ്റിയല്ലേ? ഇന്നെ വെള്ളരിക്ക പട്ടണു. അതെ, എനിക്ക് നിക്കാൻ നേരല്ലേ, വേറെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ. ചെല്ലപ്പന് വീണ്ടും ആ ശ്രീകൃഷ്ണ വേഷം കെട്ടേണ്ട യാതൊരു കാര്യമില്ല. എവിടെ എന്തോ ഒരു പന്തികേടുണ്ട്. എടി രമണി, രമണി, എടി രമണി. കിടന്ന് അലറണ്ട. എന്താ വിളിച്ചേ? എടി സത്യം പറഞ്ഞോണം, ആ ബാലക്കാരൻ ചെല്ലപ്പൻ ഇങ്ങോട്ട് വന്നോടി. നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ ചേർത്ത് അപവാദം പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്ക് നാണാവൂലേ? ഇവിടെ ഒരു ചെല്ലപ്പനും വന്നില്ല. അവളുടെ വായിരിക്കുന്ന കേട്ടെങ്കിലും ആശ്വാസമായി. അവൻ പിന്നെ എവിടെ പോയതാ? ഓ, അയ്യോ രമണേട്ടാ, എന്നൊരു വിശേഷം ഉണ്ടായി. ഞാൻ മറന്നുപോയി. ഇന്ന് ഞാൻ പൂജാമുറിയിൽ പൂജ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ആ ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇപ്രാവശ്യം ഭഗവാൻ കാശ് ചോദിച്ചു. ഉണ്ടായിരുന്നതൊക്കെ നമ്മളെടുത്ത് കൊടുത്തില്ലേ. പക്ഷെ ഭഗവാനെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കാതിരിക്കാനേ ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കണ്ടുള്ളൂ. എന്ത് വഴി? നീ എന്താ ചെയ്തതൊന്ന് വേഗം പറ. ഞാനേ എന്റെ കമ്മലും വളയും മാലയും ഒക്കെ ഊരി കൊടുത്തു. അയ്യോ, ആ സമയത്ത് ഭഗവാന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു രമണേട്ടാ. ഈ സമയത്ത് നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? കടവാവില് ചപ്പിയ മാങ്ങണ്ടി പോലെയുണ്ട്.
ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി രമണേട്ടാ? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? എടി പരമട്ടി, ഭഗവാന്റെ വേഷം കെട്ടി നിന്റെ കാശ് സ്വർണം കൊണ്ടുപോയതേ ആ ബാല നടൻ ചെല്ലപ്പനാണ്. ഈ ചെല്ലപ്പൻ എന്നാലും എന്റെ ചെല്ലപ്പ എന്നോട് ഈ ചതി വേണ്ടായിരുന്നടാ. അയ്യോ, എന്റെ സ്വർണം! ദേവനക്കര ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ വെടിക്കെട്ട് മത്സരം കുറെ നാളുകളായിട്ട് ഗംഭീരമായ മത്സരമായിട്ട് തന്നെ നടക്കുകയാണ്. ബദ്ധവൈരികളായ കുറെ നാളുകളായിട്ട് ബദ്ധ ശത്രുക്കളായ രണ്ടു പേർ ചേർന്ന് ഭയങ്കരമായ മത്സരങ്ങളാണ് ഇവിടെ ആരംഭിക്കുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ അമിട്ടുചീറ്റി വാസുവും ഗുണ്ടുപൊട്ടി പരവുമാണ് ഈ മത്സരം ഇവിടെ അരങ്ങേറുന്നത്. അവരിൽ നിന്നാണ് ഇത്. അവരെ ഞാൻ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഗുണ്ടുപൊട്ടി വാസുവിനെ ഞാൻ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഗുണ്ടുപൊട്ടി വാസു ഇത് എത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ എന്റെ വാസു തുടങ്ങിയിട്ടില്ല. എടാ, തുടങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വന്നത് ചിലരൊക്കെ ഇവിടെ നിന്ന് അറിയട്ടെ. ഇനി അടുത്തതായി വരാൻ പോകുന്ന ആരാധനയുടെ അമുട്ടുചീറ്റി പരമു ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അമുട്ടുചീറ്റി പരമു തുടങ്ങിയിട്ടില്ല. വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല എനിക്കറിയാം. പക്ഷെ ഞാൻ വന്നെന്നും ചിലരൊക്കെ ഇവിടെ അറിയട്ടെ. നീ പോടാ അവിടുന്ന്. എടാ, എന്റെ മുണ്ട് കയറി സൗണ്ട് ഇട്ടാളാ നിന്റെ ഗുണ്ട് പൊട്ടറ. നിന്റെ മുണ്ട് ഞാൻ ഇന്നിവിടെ കീറും. നിനക്ക് അറിയാൻ പാടില്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കരിമരുന്നിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്നെ പെറ്റിട്ട് തന്നെ കരിമരുന്നിന്റെ പുറത്ത് അറിയാമോ നിനക്ക്? അതിന്റെ കളർ ഇപ്പോഴും നിന്റെ മൊത്തത്തിൽ പോയിട്ടില്ല. ഞാൻ ആവശ്യം പറയരുത്. എടാ, പാരമ്പര്യമായിട്ട് ഞങ്ങളും വെടിക്കെട്ട് തരാം. എന്റെ അച്ഛൻ വെടി വാസു, ചേട്ടൻ വെടി തങ്കപ്പൻ, അനിയൻ വെടി ദിവാകരൻ. പെങ്ങന്മാരില്ലാത്ത ഭാഗ്യം. തല്ലി പിടിക്കല്ലേ? നമുക്ക് ഗംഭീരമായ മത്സരം ആരംഭിക്കാനുള്ളതാണ്. നിങ്ങൾ തമ്മിൽ തർക്കിക്കരുത്. ഇതാ പ്രിയമുള്ളവരെ, ഗംഭീരമായ വെടിക്കെട്ട് മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതല്ലേ എപ്പോഴും വെടിക്കെട്ടിലെ മുൻപന്തി നിൽക്കണം. നീ തന്നെ ആരംഭിക്കണ. കൂടുതൽ വെറൈറ്റി ഉള്ളത് കണ്ടു പഠിക്കടാ. അടിപൊളി. ഇതിന്റെ പേരാണ് ഗർഭം കലക്കി. ഇതിന്റെ പേരാണ് ഗർഭം കലക്കി. നീ ഗർഭം കലക്കി വിട്ട് പേടിപ്പിക്കണ. ഞാൻ അടുത്ത നീ സംഭവം പിടിച്ചു. എന്നാ ചോദിച്ചേ, അടിപൊളി. ഇതിന്റെ പേരെന്താണ്? ഇതാണ് കുടുംബം കലക്കി. ഇവന്റെ കുടുംബം കലക്കി. അടിപൊളി. ഇതിന്റെ പേരെന്താണ്? മാനത്ത് പൊട്ടി വിരിഞ്ഞത് വേണമെങ്കിൽ ചൂടി നടക്കടാ. കൊട കാണിച്ചവനെന്നെ പേടിപ്പിക്കാ. അതേ നീ പിടിച്ചോ എന്റെ വെറൈറ്റി സാധനം. ഇത് അതിലും അടിപൊളി. ഇതിന്റെ പേരെന്താണ്? ഇതാണ് ഇരിങ്ങാലക്കുട. കൊട കാണിച്ചത് ഇരിങ്ങാലക്കുട കാണിക്കും. അതാന്റെ വെറൈറ്റി. അങ്ങനെ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞപ്പോ ഞാൻ കണ്ടുപിടിച്ച പുത്തൻ വെറൈറ്റി കാണിക്കടാ. വേണമെങ്കിൽ നീ കണ്ടുപിടിക്കും. കാണിക്കടാ. ഇതെന്താണ് ശബ്ദത്തോടു കൂടി പൊട്ടണത്? ഇതിന്റെ പേരാണ് ഷക്കീല ഗുണ്ട്. അത് ശരി, ഇവനപ്പോ ഷക്കീലെ കൊണ്ട് കാണിച്ചെന്നെ പേടിപ്പിക്കണം. എന്റെ വെറൈറ്റി അടുത്ത പിടിച്ചു. ഇതെന്താണ് മറിഞ്ഞു പൊട്ടണത്? ഇതാണ് മറിയ ഗുണ്ട്. എടാ, ഷക്കീലെ കാണിച്ച അപ്പൊ ഞാൻ മറിയ കാണിക്കും. അതാണ് എന്റെ വെറൈറ്റി. എന്താ നമുക്ക് രാഷ്ട്രീയത്തെ പിടിച്ചോ? നീ രാഷ്ട്രീയത്തെ പിടിക്കടാ. നീ പിടിക്ക്. അയ്യോ, ഇതിന്റെ പേരെന്താണ്? ഇതാണ് ലീഡർ ഗുണ്ട്. ലീഡറെ കൊണ്ടൊക്കെ പഴയ സംഭവം അല്ലേ? പല്ല് കൊഴിഞ്ഞു പോയി സിംഹല്ലേ? ഇപ്പോഴത്തെ വെറൈറ്റി ഗർജിക്കുന്ന സിംഹം നീ കണ്ടുപിടിച്ചോ? വളരെ അടിപൊളിയായിട്ട്. ഇതിന്റെ പേരെന്താണ്? അച്ചുമാമ ഗുണ്ട്. പേടിപ്പിക്കണം. നീ കാണിക്കട വെറൈറ്റി വെറൈറ്റി നീ കാണിക്ക്. പറഞ്ഞില്ലേ ഇവനെ വെടിക്കെട്ടിന് മത്സരത്തിന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ, ഇത് ചീറ്റിപ്പോയതല്ല. ഇതാണ് ഈ ഗുണ്ടിന്റെ പ്രത്യേകത. എത്ര കത്തിച്ചു വിട്ടാലും കമാന്നൊരു അക്ഷരം വിട്ടൂല. അതേതുകൊണ്ടാണ്? ഇതിന്റെ പേരാണ് അന്തപ്പ ഗുണ്ട്. വളരെ പരിചാരിയും വളരെ മൃഗീയമായ ഗുണ്ട്. ശരി, നീ അന്തപ്പം കൊണ്ട് കാണിച്ച് പേടിപ്പിക്കാണ്. അടുത്ത വെറൈറ്റി സംഭവം കണ്ടുപിടിച്ചു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഇതേതുകൊണ്ടാണ്? സന്തോഷ് മാധവൻ ഗുണ്ട്.
ഇപ്പോഴത്തെ വെറൈറ്റി ചൈതന്യം പൂജയല്ല പുള്ളിയുടെ പ്രത്യേകത. ഇതെന്താണ് രണ്ട് വെടി ശബ്ദം കേട്ടത്? ഇതാണ് ഹിമവിൽ ഭദ്രാനന്ദ കുണ്ട്. ഭദ്രാനന്ദ കുണ്ട് കാണിച്ചെന്നെ പേടിപ്പിക്കുമല്ലേ? എടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എടാ അതെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. രണ്ടുപേരും ഒരുമിച്ച് മത്സരം എന്ന് പറഞ്ഞാൽ തല്ലുപിടിക്കാനുള്ളതല്ല, ഒരുമിച്ച് ജനങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഒരു അടിപൊളി കൊണ്ടങ്ങനെ വിട്ടെ. ഒരു കത്തിയിൽ തന്നെ കുത്തിക്കോ, എന്നാലും ഇവനായിട്ട് ഞാൻ കൂടൂല. അത് വേറെ കാര്യം. തല്ലുപിടിക്കാതെ സ്നേഹത്തോടു കൂടി ഐശ്വര്യപൂർണ്ണമായിട്ട് ഒരു അടിപൊളി കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് വിട്ടെ. അടിപൊളിയാട്ടോ, സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി കൊണ്ട്. നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ പറഞ്ഞടാ. നീ എന്നാലും എന്റെ കരിമരുന്നിന്റെ പുറത്ത് മൂത്രമൊഴിച്ച് വെച്ചില്ല, അതുകൊണ്ടല്ലടാ ഞാൻ നിന്നെ വെറുത്തത്. എല്ലാം പറഞ്ഞുകളാ. അപ്പൊ നിങ്ങൾ ഗുണ്ട് പ്രയോഗിക്കാൻ പോകണോ? സ്നേഹത്തോടു കൂടി ഇരുവരും ഒന്നായിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഗുണ്ട് പ്രയോഗം ആരംഭിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗുണ്ട് വിട്ടേക്ക്. ഓക്കെ, അയ്യോ നമ്മുടെ കരിമരുന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ട്. ആരെവിടുന്ന് ഒരു സംഭവം കത്തിച്ച് പുറത്തേക്കിട്ടത്? ഞങ്ങളാണ്. രണ്ടുപേരാണല്ലേ? എക്സ്ക്യൂസ് മീ, എന്താ ആ പ്രൊഡക്റ്റിന്റെ പേര്? ഡബിൾ ഗർഭം കലക്കി. എങ്ങനെ ഡബിൾ ഗർഭം കലക്കി? എന്താണ് അത്? ഗർഭങ്ങളാ കലക്കിയത്. പിന്നെ അത് കലക്കിയത് എന്റെ മുതുകാണോ? അയ്യേ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കരുതി നമ്മുടെ നാട്ടിൽ മദ്യപാനികളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ മദ്യപാനം നിർത്താനും വലി നിർത്താനൊക്കെ ആയിട്ട് ഒരുപാട് ഏലസുകൾ നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഈ ഏലസുകൾ എത്രമാത്രം പ്രയോജനപ്പെടും നമുക്കൊന്ന് കണ്ടു നോക്കാം. വാസു, ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പൊന്നും കൊടുത്ത ഗുലാനെ വാസു രക്ഷിച്ചില്ലേ? ഇനി മനസ്സമാധാനായിട്ടിരുന്ന് കളിക്കാം. അത് വേണ്ട, നിന്റെ രാജാക്ക് മേളിലേ ആസിരിക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ സ്നേഹം? ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇവൻ ഇതെന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ എന്റെ കരിനാക്ക് ഫലിക്കാതിരിക്കില്ല. രമണൻ കഥ പറയാൻ പോയതല്ലേ, നാട്ടുകാര് കൈവച്ച് കാണും. ഇതാരെ തോപ്പിക്കടാ? എന്റെ എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ജീവിക്കണ്ട. പറ കേക്കട്ടെ. കുടിച്ച് 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 ഞാൻ മരിക്കും. ഞാൻ കുടിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ കുടിക്കും. എടാ രമണ, എന്താ സംഭവിച്ചത്? എന്റെ അച്ചായ ഒരു വിധത്തിൽ അവിടുന്ന് ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ കാലമാടന്മാർ എന്നെ കൈവച്ചിട്ട് പറഞ്ഞതെന്താണെന്നറിയോ? ഇനി നിന്റെ ജീവിതത്തിൽ നീയോ നിന്റെ സന്തതി പരമ്പരകളോ കഥ പറഞ്ഞു പോയാൽ തല്ലി എല്ലോടിക്കൊന്ന്. അവരങ്ങനെ പറഞ്ഞ? പറയുക മാത്രമല്ല, അവര് ഫുട്ബോൾ പോലെ എന്നെ എടുത്തിട്ട് തട്ടി ഒടുവിൽ ഇനി ഒരിക്കലും കഥ പറയില്ലെന്ന് 1500 രൂപയുടെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാ അവരെന്നെ പറഞ്ഞു വിട്ടത്. അവിടുന്ന് പറഞ്ഞു എന്റെ എല്ലുകളെല്ലാം അവന്മാര് വലിച്ചു. ആകെതായി പോയി. എന്റെ ഭഗവാന്, എന്റെ കലാജീവിതത്തിൽ ഇതോടെ തിരിച്ചീല വീണല്ലോ. കാതികം വളർന്ന രമണൻ മരിച്ചു കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു. കലാബോധമില്ലാത്ത ഈ ലോകത്ത് ഒരു കലാകാരനായി പോയതാണ് എന്റെ പരാജയം. എന്റെ എളിയ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. അയ്യോ, എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാ മതി. അയ്യോ അയ്യോ, ആ ഓടിപ്പോയി നമ്മുടെ രമണി. രമണി, രമണി അവിടെ നിൽക്കാൻ. രമണി ഭൂമി കിടന്ന് കുലുക്കണം, ഇങ്ങനെ ഓടല്ലേ. രമണി അവിടെ നിൽക്കാൻ. ഞാനാ പറയണ നിൽക്കാൻ. എന്താ
എന്താ പറ്റിയേ? രമണേട്ടൻ ഭഗവാൻ, രമണം വടിയായോ? കൊതിപ്പിക്കുന്ന വാക്കൊന്നും പറയല്ലേ ഭാർഗവ. അത് ഞാൻ തട്ടിപ്പോയിരുന്നെങ്കിലേ ഞാൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമായിരുന്നു. പിന്നെ രമണൻ എന്താ പറ്റിയത്? പഴയ രമണേട്ടൻ ചത്തു. ഇപ്പൊ എന്റെ കൂടെ കഴിയണതേ രമണേട്ടന്റെ രൂപമുള്ള ഒരു കാലമാടനാ. അരെ മുझे മാലൂം നഹി, മനസ്സിലായില്ല. ഒന്നുമില്ലെങ്കിലേ ഞാൻ ആ ദ്രോഹിയെ കൊല്ലും, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഏതായാലും ഒരു കൊല ഉറപ്പാ. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാന്നുള്ളത് ധീരനായ രാജസ്നേഹിയായ ഈ പട്ടാളം ഭാർഗവന്റെ കടമയാണ്. രമണി, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു. ഡോക്ടറോടും പട്ടാളക്കാരനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാ പറഞ്ഞേക്കണേ. രമണി ധൈര്യമായിട്ട് ഇങ്ങ് തുറന്നു പറഞ്ഞേ. ചാത്തന്തറയിൽ കഥ പറയാൻ പോയിട്ടേ തല്ല് വാങ്ങിയതിനു ശേഷം അതിന്റെ സ്വഭാവം ആകെ മാറി. ഇപ്പൊ 24 മണിക്കൂർ മുടിഞ്ഞ കുടിയാ. കഷ്ടം. കുടി മാത്രമാണെങ്കിൽ പോട്ടെ നിക്കാം. കള്ളു കുടിച്ചാലേ എന്നെ കാണുന്നത് തന്നെ കലിയാ. കൈ കിട്ടുന്ന എന്തായാലും എന്നെ എടുത്ത് അടിക്കും. രമണൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. രമണി, എന്തായാലും ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ചു നോക്കാം. വെട്ടാൻ നിൽക്കുന്ന പോത്തിനോട് വേദപുസ്തകം വായിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് തന്നെ അതിയാൻ എന്നെ വെട്ടിക്കൊല്ലം കോടാലി എടുത്തതാ. അതിന്റെ കൈ ഒടിഞ്ഞു പോയത് കൊണ്ടാ ഇന്ന് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. സംഗതി ബഹുത്ത് ബഡാ കോംപ്ലിക്കേഷൻസ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ആ കാലമാടന്റെ വെട്ടുകൊണ്ട് ചാവുന്നതിലും ഭേദേ സ്വയം ചാവുന്നതാ. ഞാൻ ആപ്ലിക്കേഷൻ അല്ല, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആത്മഹത്യ ചെയ്യാനൊക്കെ വളരെ ഈസിയാ, പക്ഷെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പട്ടാളം ഒന്ന് പറ. രമണിയുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റിയ ഒരു വലിയ മനുഷ്യനുണ്ട്. ആരാ വലിയ മനുഷ്യൻ? ബ്രഹ്മശ്രീ ചെല്ലപ്പാനന്ദ തിരുവടി. കുട്ടി, കുട്ടിയുടെ പുരുഷന്റെ ശരീരത്തിൽ ഒരു ദുരാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. ആ ദുരാത്മാവാണ് കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദുരാത്മാവിനെ അപായപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ തിരുവടികളെ? ഈ ബ്രഹ്മശ്രീ ചെല്ലപ്പാനന്ദ തിരുവടികൾ വിചാരിച്ചാൽ പരിഹാരം കാണാത്ത ഒരു സംഭവവും ഈ ഭൂമുഖത്തില്ല മകളെ. എന്നാ തിരുവടികൾ എന്റെ കാര്യത്തിലൊന്ന് മനസ്സ് വെക്കണം. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ശ്രീജനങ്ങളുടെ കാര്യത്തിൽ നാം മനസ്സ് വെക്കാറുണ്ട് ഭക്തേ. ഒന്ന് സ്പീഡാക്കി തരണം തിരുവടികളെ. കുട്ടിയുടെ ഭർത്താവിന്റെ കഥാപ്രസംഗം കേട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയ ഒരാളുടെ ദുരാത്മാവാണ് കൂടെയുള്ളത്. ഞാൻ കുട്ടിക്കൊരു വശീകരണ യന്ത്രം തരാം. അയ്യോ, യന്ത്രങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ യന്ത്രം കറുത്ത ചരടിൽ കെട്ടിയ ഒരു തകിടാണ് മകളെ. ഈ തകിട് നീ നിന്റെ ഭർത്താവിന്റെ അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല തിരുവടികളെ. കള്ളും കുടിച്ച് ലക്കും കെട്ടുവരുന്ന രമണേട്ടന്റെ മുമ്പില് ചെല്ലാൻ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു പുരുഷനെ മയക്കെടുക്കാനുള്ള വിദ്യ നിന്നോട് നാം പ്രത്യേകം പറഞ്ഞു തരണോ? നീ ഒരു നവോദയെ പോലെ മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി അവനെ വശീകരിക്കണം. നിന്റെ വശീകരണ ശക്തിയിൽ അവൻ വീണാൽ പിന്നെ എല്ലാം ഈസി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തിരുവടികളെ. പ്രാർത്ഥനയോടെ ഇത് വാങ്ങിക്കൊള്ളാ. ആരൊക്കെ തല്ലിയാലും എന്തൊക്കെ സംഭവിച്ചാലും രമണി നീ കഥ പറയും. കാരണം രമണൻ കാര്യം ജനിച്ചുപോയി. എന്നിലൊരു കലാകൃതം ഉണ്ടടാ, അതിന് അറിയിക്കൊന്നും അറിയില്ല. എനിക്കറിയാം. രമണി, രമണി, രമണി. ഇതാരാ? വീണു. ദൈവമിനി വീട് മാറിപ്പോയ. ശരിയായത് രമണിയല്ല. സോറി, ഞങ്ങളൊരു അബദ്ധം പറ്റിപ്പോയി, വീട് മാറിപ്പോയി. പഴയ ഒരു കാതിയനാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോറി. അപ്പോ കയ്യപ്പടി. ഈ സെറ്റപ്പ് കൊള്ളാലോ.
മുല്ലപ്പൂ ചൂടിയിരിക്കുന്ന കള്ളിപ്പെണ്ണേ. ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഗേൾ. ഇവൾ എന്നെ മയക്കാൻ വേണ്ടി തന്നെ ഇരിക്കുക. പതുക്കെ ഒന്ന് വളച്ചേക്കാം. എന്റെ ദൈവമേ, ഏതാണ് ഈ ആസ്പത്രി? അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പൊട്ടി വീണതാണ്. അതൊഴിഞ്ഞ് വല്ല പാണ്ടിലോറ് കയറി വഴി തെറ്റി വന്നതാണോ? എന്തായാലും പിടിപ്പിടി അടിപൊളിയാ. ഒന്ന് ടച്ച് ചെയ്തേക്കാം. എന്റെ ഏലസേ. ഒരു മിനിറ്റ്. ഇനി ഞാൻ എന്നെ കുറിച്ച് തുറന്നു പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പഴയ കാതികന. പക്ഷെ എന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യ. നിങ്ങൾക്കറിയാമോ, സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഒരിച്ച് സ്നേഹത്തിന് വേണ്ടി കേഴുന്ന ഒരു പലമുഴക്കി വേളാമ്പലാണ്. തിരുവടികളെ അതെ, എനിക്കൊരു തലവർച്ച ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ മനുഷ്യ സ്ത്രീ അല്ല, താടക ഭദ്രകാളി. മനുഷ്യന്റെ രക്തം ഊറ്റി ഊറ്റി കുടിക്കുന്ന ഞങ്ങളിവിടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ വീട്ടിൽ പോയി അവളെ കുത്തിക്കൊന്നിട്ട് ഞാൻ വരാം. അന്നത്തെ ഞാൻ എന്റെ അവസരത്തിന് കോഴി എഴുതിട്ട് ഞാൻ കോരിയെടുത്താ മതിയോ? മതി. എനിക്കൊരു അബദ്ധം പറ്റില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. വേണ്ട, അബദ്ധം പറ്റിയതല്ലേ? കാണിച്ചു തരാൻ തന്നെ. അയ്യോ, എന്തൊക്കെ വിളിച്ച കാണുകയോ? പൊട്ടിക്കരഞ്ഞു കൊണ്ടോമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ. വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുതെന്ന് പഴമക്കാർ പഴഞ്ചൊല്ലിലൂടെ പറയാറുണ്ട്. അത് എത്രയോ സത്യം തന്നെയാണ്. ഇതാ ഇവിടെ നമ്മുടെ രാമർ പച്ചിലയിലൂടെ പെട്രോൾ കണ്ടുപിടിച്ചു. അതുപോലെ അവരെ അനുകരിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? നമുക്കൊന്ന് കണ്ടു കളയാം. ആഹാ, ഇത് വെച്ച് ഞാനൊരു കലക്ക്. എന്താണ് വൈദ്യരെ, എന്താണ് നമ്മൾ ഈ കാണുന്നത്? നിങ്ങൾ ആടിനെ വാങ്ങിച്ച നമ്മൾ ആടിനെ വളർത്തിയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുക. ഈ കൈത്തീറ്റ കൊണ്ടൊന്നും ആട് നന്നാവൂല. അതിന് നല്ല ഒന്നാം തരം കടലപ്പിണ്ണാക്ക് കൊടുക്കണം. എടോ ബിരാനെ, ഇത് ആടിനുള്ള തീറ്റാണ്. തന്നോട് ആരാ പറഞ്ഞത്? പിന്നെ എന്തിനാടോ ഇത്? മനുഷ്യന്മാര് പച്ചല തിന്നുവോ? തിന്നും, പക്ഷെ ഈ രൂപത്തിലല്ല, പിന്നെ പകരം പച്ചമരുന്നിന്റെ രൂപത്തിൽ. എടോ ബീരാനെ, ഈ പച്ചില കൊണ്ട് ഞാനൊരു മാറാരോഗത്തിലുള്ള മരുന്ന് കണ്ടുപിടിക്കും. കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാനതിന്റെ ഗവേഷണ പരീക്ഷണ നിരീക്ഷണശാലയില. പക്ഷേ കണ്ടുപിടിക്കുന്ന മരുന്ന് പരീക്ഷിക്കാൻ വിശ്വസ്തനായ ഒരാളെ വേണം. അത് നമ്മൾ ഏറ്റി. അല്ലെങ്കിൽ തന്നെ വൈദ്യര് പുതിയതായിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോ ആദ്യം അത് രുചിച്ചു നോക്കാനുള്ള കടമ ഞമ്മക്കൊണ്ടല്ല. ആട്ടെ, എന്ത് അസുഖത്തിനുള്ള മരുന്നാണ് വൈദ്യര് കണ്ടുപിടിച്ചത്? എയ്ഡ്സ്. അത് ശരി, കൊച്ചുപിളപ്പകാലത്ത് ആളെ ആശാക്കാനുള്ള പരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണി കണ്ട പാടും പടലും പറിച്ചോണ്ട് വന്നു കഴിഞ്ഞാ എയ്ഡ്സിനുള്ള മരുന്നാണ് പോലും. വൈദ്യർക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. എടോ, മുറ്റത്തെ ചെമ്പിന് അടപ്പില്ലെന്ന് പറയുന്നത് എത്രയോ ശരി. എടോ ബീരാനെ, പണ്ടൊരു രാമൻപിള്ള പച്ചില കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയില്ലേ? അതിന് ഈ പച്ചില എന്ന് പെട്രോൾ ഉണ്ടാക്കാമെങ്കിൽ ഇത് ഇന്ന് എയ്ഡ്സിനുള്ള മരുന്നും കണ്ടുപിടിക്കാം. അല്ല പിന്നെ നല്ലൊരു സ്പെഷ്യൽ ചായ. അല്ല, നീ പെരുത്ത് സന്തോഷത്തിലാണല്ലോ. എന്താണ് പലയിടത്തും ബുക്കിംഗ് കിട്ടിയെന്നോ? അടുത്ത ഞായറാഴ്ചയാണ് സംഭവം. ചാത്തന്തറയിൽ 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലമാണത്. അവിടെ ഈ കാതി രക്തം വളർന്നകാട് രമണൻ ഒരു നേരത്ത് നാട്ടുകാർ നേരത്തായിരുന്ന. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കവിടെ എന്താ സ്വീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയാവോ? താലപ്പൊലി എന്തിയ ഗജവീരന്, നെറ്റിപ്പട്ടം കിട്ടിയ കന്യകമാർ. പടശോനെ, ഇപ്പൊ വന്ന് താലപ്പൊലി എന്നത് ആനകളാണോ? കലികാലം അല്ലാണ്ട് എന്താ പറയാ? പിന്നെ പ്രാസോപ്പിച്ച് പറഞ്ഞപ്പോ ഒന്ന് തിരിഞ്ഞു പോയതല്ലേ. എന്തായാലും എനിക്ക് അവിടെ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്താ കഥ? എന്റെ 119 കലോപകാരം, ഒരു പുതുപുത്തൻ കഥ. അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ കഥ നടക്കുന്നത്. നടക്കുന്ന
കഥ ഒടുവിൽ ഓടുന്ന കഥയാകല്ലേ. എന്റെ മൂഡ് കളയാതെ കാക്ക. പൊളിത്തീൻ പാവാടകൾ ജോറിയായി വാരിച്ചുറ്റിയ റബ്ബർ മരങ്ങൾ. ആ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഒരു ആഫ്രിക്കൻ ബുഷിയെ പോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു മധുര 17കാരി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ആനിലമുട്ടിൽ ദേവസ്തിയുടെ ഒരേ ഒരു മകൾ സാലേ. റബ്ബർ പാൽ പോലെ പരിശുദ്ധിയാണവൾ. ഒട്ടുപാല് പോലെ തരളിതയാണവൾ. അവളുടെ വലിച്ചാൽ നേടുന്ന ഹൃദയ സരസിൽ പ്രണയത്തിന്റെ തനി ആസിഡുമായി കടന്നു വരികയാണവൻ. തെങ്കാശിയിൽ നിന്ന് പാണ്ടിലോറി കയറി വന്ന ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരൻ ചൊക്കലിംഗം. നമ്മുടെ കഥാനായകൻ ചൊക്കലിംഗത്തിന്റെയും സാലിയുടെയും കാമനകൾ ആ റബ്ബർ തോട്ടത്തിൽ തളിർക്കുമോ, പൂക്കുമോ, കായ്ക്കുമോ, അതോ മുരടിക്കുമോ? അത്യന്തം സസ്പെൻസ് നിറഞ്ഞ കഥയുടെ പേരാണ് റബ്ബർ ഷീറ്റ് കൊണ്ടൊരു തുലാഭാരം. ഈ കഥയുടെ രചനയും സംഗീതവും ഈ ഞാൻ തന്നെ. നിന്റെ മരണവും ഈ കഥ കൊണ്ട് തന്നെ. അത് ബീരാൻ ഇരിക്കട്ടൊന്ന് താങ്ങിയതാണല്ലോ. ബീരാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നീ ഈ രീതിയിൽ കഥ പറഞ്ഞ നാട്ടുകാർ തന്നെ വെറുതെ വിട്ടെങ്കിലേ അതിശയുള്ളൂ. അയ്യോ, ചാത്തം തറക്കാരെ ഉത്സവമൊക്കെ പറ്റിക്കാരി. ഒരു മിനിറ്റ് പ്ലീസ്. ഹലോ, കാതികരക്തം വളർന്നുകാട് രമണൻ സ്പീക്കിംഗ്. ആ യെസ്, ഞായറാഴ്ച കൃത്യം 6 മണിക്ക് ഞാനും എന്റെ സംഘവും അവിടെ എത്തിച്ചേരും. ആ ശരി. ആ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി അവിടെ ചില ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണുണ്ടോ? അത് മറ്റൊന്നുമല്ല, ഉത്സവ പറമ്പിൽ യാതൊരു വിധത്തിലുള്ള തടിക്കഷ്ണങ്ങളോ കല്ലുകളോ പാഴ്വസ്തുക്കളോ കാണാൻ പാടില്ല. അതേപോലെ തന്നെ സ്റ്റേജിന് സമീപത്തുള്ള കടകളിൽ നിന്നും മാക്സിമം കോഴിമുട്ടകളും വെജിറ്റബിൾസും എല്ലാം മേടിച്ച് വാങ്ങി കൂട്ടിയിരിക്കും. ആ ബാക്കിയൊക്കെ നേരിൽ. ഓക്കെ, ബൈ. എന്തിനാ രമണ ഈ ഗ്രൗണ്ടിലെ കല്ലുകളും തടികളും ഒക്കെ മാറ്റണത്? കാര്യമുണ്ട്. റബ്ബേ, കഥാപ്രസംഗത്തിനിടയ്ക്ക് രമണൻ മൊട്ടക്കച്ചവടം തുടങ്ങിയോ? സംഗതി കൊള്ളാം, നല്ല ലാഭമുള്ള ബിസിനസ്സാണ്. ബിസിനസ്സോ? അവരോട് മുട്ട വാങ്ങിക്കാൻ പറഞ്ഞതേ കച്ചവടം ചെയ്യാനൊന്നുമല്ല. കഥാപ്രസംഗത്തിന് മുമ്പ് ഏതൊരു കാതികനും ചില മുൻകരുതലുകൾ എടുക്കണം. അത്രേ ഞാനും ചെയ്തോളൂ. കഥ പറയാൻ പോകുന്ന സ്ഥലത്ത് നിന്നും ഏറ് കിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെക്കും. പിന്നെ ധൈര്യമായി തട്ടേ കയറി കഥ പറയാമല്ലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മുടെ നാട്ടിൽ ഒരുപാട് ആശുപത്രികളും ഒരുപാട് ഡോക്ടർമാരുമുണ്ട്. പക്ഷേ MBBS പഠിച്ചാണല്ലോ ഡോക്ടർമാരാകുന്നത്. ഇവിടെ 10ാം ക്ലാസ് പഠിച്ചവരും ഡോക്ടർമാരുണ്ട്. വ്യാജ ഡോക്ടറാണെന്ന് മാത്രം. ഇവിടെ ഇതാ ഒരു വ്യാജ ഡോക്ടറെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ലോ അണ്ണൻ ഡോക്ടറായാൽ എങ്ങനെ ഇരിക്കും? ഇത് ഞങ്ങളുടെ കളരി പഠിപ്പിക്കുന്നതിനിടയിൽ 30 കാല് തെറ്റി ഒന്ന് വീണു. പെട്ടെന്ന് വേഗം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് മരുന്ന് വെപ്പിക്കണം. അല്ല മങ്ങളെ, ഇവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലും ഉണ്ടോ? അയ്യോ, ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ല. ഒരു വഴിയുണ്ട്. നിങ്ങൾ വേഗം ലോണിന്റെ വീട്ടിലേക്ക് ചെല്ല്. ലോണിനെ തപാൽ മാർഗം ഫസ്റ്റ് എയ്ഡ് ഒക്കെ പഠിച്ചു. ലോണിന് എവിടേക്കെങ്കിലും പോകും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെല്ല്. പിന്നെ ഒരു കാര്യം, രോഗിയെ പരിശോധിക്കുമ്പോ കൂടെ ആരും നിൽക്കരുത്. അത് ലോണിന് ഇഷ്ടമല്ല. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. പുള്ളിനെ എങ്ങനെയും ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു പെങ്കൊച്ചിനെ കണ്ടു ഹോസ്പിറ്റലിൽ എന്ത് പറ്റി? എന്റെ വിരല് കണ്ടോ ഡോക്ടറെ? ഞാനല്ലേ ഇവിടെ ഉള്ളത്. അതെ, സംഭവം ഇച്ചിരി പ്രശ്നമാ, സീരിയസാ. പക്ഷേ എനിക്കിത് ബട്ട് നോ പ്രോബ്ലം. എനിക്ക് പരിശോധിക്കണം. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കേ. കോഴ്സ് പഠിച്ചെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ ഒരു പേഷ്യന്റിനെ കിട്ടാനായിട്ട് എത്ര നാൾ കാത്തിരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏത് കാല ഇതാണല്ലേ? ലോലം നമ്മളാരും വിചാരിച്ച പോലല്ല. ആ ഗെറ്റപ്പ് കണ്ട ഒറിജിനൽ ഡോക്ടർ വരെ തോറ്റു. നല്ല കൈപ്പുണ്യമുണ്ട്. പിന്നെ ഇവൻ MBBS എടുത്തിരുന്നെങ്കിൽ ഈ നാടിന് അതൊരു അഭിമാനമായിരുന്നു. എന്തായാലും ഒരു നേട്ടമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഓടിച്ചല്ലോ. എന്റെ അഭിപ്രായത്തിൽ ലോലിന് ഇങ്ങനൊന്നും ആയാ പോരാ. നല്ലൊരു ക്ലിനിക് ഒക്കെ തുടങ്ങി രോഗികളെ നന്നായിട്ടൊന്ന് ചികിത്സിക്കണം. ആശാന്റെ ചികിത്സ ഒന്ന് കഴിഞ്ഞോട്ടെ. നമുക്ക് ലോലൻ ഡോക്ടറെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അയ്യോ, ആശാന്റെ കരച്ചിലല്ലേ? അയ്യോ, ഞങ്ങളുടെ ആശാന്റെ തെറ്റുപറ്റി. പേടിക്കാൻ ഒന്നുമില്ല. ചെറിയ ഒരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സിമ്പിൾ മുറിവേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ബ്ലീഡിങ് അങ്ങോട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഞാൻ വിടുവോ? ആ ബ്ലീഡിങ് ഉള്ള വിരല്ലേ, ആ വിരൽ ഞാൻ അങ്ങോട്ട് മുറിച്ചു.
എന്തൊരു കട്ടിയായ എല്ലിന്. ദോഷം പറയരുത് കേട്ടോ, നല്ല മൂത്ത എല്ലായിരുന്നു. വിരലിന്റെ അറ്റത്ത് ലേശം ഒരു മുറിവ് പറ്റിയതിന് നീ ഞങ്ങളുടെ ആശാന്റെ കാല് മുറിച്ചു കളഞ്ഞല്ലോടാ. ഞാനിനി ചികിത്സക്ക് ഇത്രയും നേരം ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഗ്രാൻഡ് വീഡിയോസിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.